Right, so welcome once again for our Revelation Bible study. നമ്മുടെ വെളിപാടിൻ്റെ ബൈബിൾ സ്റ്റഡിക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ സ്നേഹവന്ദനം. താങ്ക് ദ ഹോളി സ്പിരിറ്റ് ആൻഡ് താങ്ക് യു ഫോർ കമ്മിങ് ആൻഡ് മേക്കിംഗ് ഇറ്റ്. അത്ര എളുപ്പമല്ല ഇതിൽ മുന്നോട്ട് തുടരുവാൻ, പക്ഷെ നമ്മൾ ചെയ്യുന്ന മുന്നോട്ടുള്ള ഓരോ അടി അത് നമ്മുടെ അനുഗ്രഹത്തിലേക്കുള്ള പാതയും കൂടിയാണ്. നിങ്ങൾക്കറിയാം, ഈ പുസ്തകം വളരെ വളരെ യുണീക്കാണ്. ഒരു പുസ്തകം പ്രോമിസ് ചെയ്യാത്തൊരു കാര്യം ഈ പുസ്തകം പ്രോമിസ് ചെയ്യുന്നുണ്ട്. കാരണം ഇത് വായിക്കുന്നവൻ, ഇത് കേൾക്കുന്നവൻ, ഇത് അനുസരിച്ച് ജീവിക്കുന്നവൻ എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടാണ്. ദിസ് ഇസ് ദ ഓൺലി ബുക്ക് വിച്ച് ക്ലെയിംസ് ദാറ്റ്. ദൈവവചനത്തിൽ അനുഗ്രഹമുണ്ട്, ദൈവവചനം ധ്യാനിക്കുന്നതിൽ അനുഗ്രഹമുണ്ട്. പക്ഷെ വേറെ ഒരു പുസ്തകവും എന്നെ വായിക്കൂ, ഞാൻ വായിച്ചാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും എന്ന് പറയുന്ന വേറൊരു പുസ്തകം 66 പുസ്തകങ്ങളിൽ അതില്ല. അപ്പം ഈ ഒരു പുസ്തകം വളരെ യുണീക്കാണ്, അനുഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ്, എന്നാൽ പോരാട്ടങ്ങൾ കൊണ്ടും നിറഞ്ഞതാണ്. അപ്പോൾ ദൈവം നമ്മളെ ട്രെയിൻ ചെയ്ത് എടുക്കുവാണ് പിശാചിൻ്റെ തന്ത്രങ്ങൾക്കെതിരെ. പിശാച് നമ്മുടെ എതിരെ കൊണ്ടുവരുന്ന ഓരോ കെണിക്കെതിരെ ദൈവം നമ്മളെ ട്രെയിൻ ചെയ്ത് എടുക്കുന്ന ഒരു പുസ്തകം കൂടിയാണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ആ പ്രോഫസികൾ പ്രവചനങ്ങളെല്ലാം നിവൃത്തിയാകുന്ന ഒരു പുസ്തകം കൂടിയാണ്. നിങ്ങൾക്ക് പഴയ നിയമം നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ, ഡാനിയലിൻ്റെ പുസ്തകം നിങ്ങളത് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വെളിപാട് വളരെ വളരെ ഈസി ആയിട്ട് അത് മനസ്സിലാകുവാൻ സാധിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് ചാപ്റ്റർ 14 14ാമത്തെ അധ്യായമാണ്. അതൊന്ന് വായിക്കാം. അതിൻ്റെ 14ാം അധ്യായം, വെളിപാടിൻ്റെ 14ാം അധ്യായം, അതിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ആദ്യം വായിക്കാം. 1 മുതൽ 5 വരെയുള്ള. പിന്നെ ഞാൻ സിയോൻ മലയിൽ കുഞ്ഞാട് അവനോടുകൂടെ നെറ്റിയിൽ അവന്റെ നാമവും പിതാവിന്റെ നാമവും എഴുതിയിരിക്കുന്ന 144,000 പേര് കണ്ടു. പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും വലിയൊരു ഇടിമുഴക്കം പോലെയും സ്വർഗത്തിൽ നിന്നൊരു ഘോഷം കേട്ടു. ഞാൻ കേട്ട ഘോഷം വീണ വായനക്കാർ വീണ മീട്ടുന്നത് പോലെ ആയിരുന്നു. അവർ സിംഹാസനത്തിനും 4 ജീവികൾക്കും മൂപ്പന്മാർക്കും മുൻപാകെ ഒരു പുതിയ പാട്ട് പാടി. ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയിരിക്കുന്ന 144,000 പേർക്കല്ലാതെ ആർക്കും ആ പാട്ട് പഠിക്കുവാൻ കഴിഞ്ഞില്ല. അവർ ബ്രഹ്മചാരികൾ ആകയാൽ സ്ത്രീകളോട് കൂടെ മാലിന്യപ്പെടാത്തവർ. കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും അവർ അവനെ അനുഗമിക്കുന്നു. അവരെ ദൈവത്തിനും കുഞ്ഞാടിനും ആദ്യ ഫലമായി മനുഷ്യരുടെ ഇടയിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുന്നു. വ്യാജം അവരുടെ വായിൽ ഉണ്ടായിരുന്നില്ല, അവർ കളങ്കമില്ലാത്തവർ തന്നെ. അപ്പം ഇവിടെ മെയിനായിട്ട് നമ്മൾ ഈ ഒരു പുസ്തകം 14 മുതൽ 16 വരെ ഒരു കോമൺ ആയിട്ട് ഒരു കാര്യം കേൾക്കാൻ പോകുന്നത് ദ വോയിസ്. വലിയൊരു കുറേ സ്വരങ്ങൾ കേൾക്കാൻ പോവുകയാണ്. അതാണ് നേരത്തെ പറഞ്ഞ പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയും വലിയൊരു ഇടിമുഴക്കം പോലെയും സ്വർഗത്തിൽ നിന്ന് ഒരു ഘോഷം കേട്ടു. ഒരു സ്വരം കേട്ടു. ഇങ്ങനത്തെ കുറേ സ്വരങ്ങൾ കേൾക്കാൻ പോവുകയാണ്. പക്ഷേ ഇതെല്ലാം ഇനി അങ്ങോട്ടുള്ള എല്ലാം വിജയത്തിൻ്റെ സ്വരങ്ങളാണ്. അതായത് ഇതുവരെ ദൈവത്തിൻ്റെ ജനം കാത്തു നിന്നിരുന്ന ഒരു നിമിഷമാണ് ഈ ഒരു 14ാം അധ്യായം മുതൽ തുടക്കം കുറിക്കാൻ തുടങ്ങുന്നത്. ബാക്കി എല്ലായിടത്തും ദൈവം ഒന്നും കൂടെ വെയിറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഭാഗത്ത് 14ാം അധ്യായം മുതൽ കാര്യങ്ങൾ മാറുകയാണ്. അതായത് ഇതുവരെ ദൈവം പേഷ്യൻ്റായിട്ട് ഇരിക്കുക, സമാധാനത്തോടെ ഇരിക്കുക എന്ന് പറഞ്ഞ ദൈവം ആക്ഷനിലോട്ട് കടക്കുന്ന ഭാഗമാണ്. അതായത് സൃഷ്ടി മൊത്തം കാത്തു നിന്ന ഒരു നിമിഷമാണ്. അതുകൊണ്ട് തന്നെ സ്വർഗത്തിലെല്ലാം ജയത്തിൻ്റെ ഘോഷം മാത്രമാണ്. അതായത് അവിടുത്തെ ദൂതന്മാരെല്ലാം, ദൈവത്തിൻ്റെ ദൂതന്മാരെല്ലാം വളരെ എക്സൈറ്റഡ് ആണ്. കാരണം ആ നിമിഷം വന്നിരിക്കുന്നു, ആ നാഴിക വന്നിരിക്കുന്നു. ഇതുവരെ ദൈവം പറഞ്ഞിരുന്ന ഓരോ കാര്യവും നിവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ ദൈവം ഇനി നടക്കുമെന്ന് പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായി നിവർത്തിക്കുന്ന ഒരു ഭാഗത്തേക്ക് എത്തിയിരിക്കുന്നു. ദൈവം എണ്ണിച്ച് തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സംഭവിക്കുന്നത് ഒരു സിയോൻ മലയിലാണ് അല്ലേ. ഈ സിയോൻ മല ആക്ച്വലി ഭൂമിയിലുള്ള സിയോൻ മലയാണോ അതോ സ്വർഗത്തിലുള്ള സിയോൻ മലയാണോ എന്നുള്ളത് കൃത്യമല്ല. പക്ഷേ ഇത് വായിച്ചിട്ട് മനസ്സിലാകുന്നത്
ഇത് സ്വർഗത്തിലേക്ക് നടക്കുന്ന അതായത് ഭൂമിയിൽ നടക്കാൻ പോകുന്ന സംഭവ വികാസങ്ങളുടെ ഒരു തുടക്കമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. അതായത് പിന്നെ ഞാൻ സിയോൻ മലയിൽ കുഞ്ഞാടും അവനോടുകൂടെ നെറ്റിയിൽ അവൻ്റെ നാമവും പിതാവിൻ്റെ നാമവും എഴുതിയിരിക്കുന്ന 144,000 പേരും നിൽക്കുന്നത് കണ്ടു. ഈ 144,000 ഇതാരാന്ന് ഓർമ്മയുണ്ടോ? അതായത് നമ്മൾ വെളിപാടിൻ്റെ 7-ാം അധ്യായത്തിൽ 6ാമത്തെ മുദ്ര കഴിഞ്ഞ് 7ാമത്തെ മുദ്ര തുറക്കുന്നതിന് മുമ്പ് ഒരു കൂട്ടരെ ദൈവദൂതന്മാർ ചെന്ന് മുദ്രയിടുന്നുണ്ട്. 12,000 ഓരോ ഗോത്രത്തിൽ നിന്നും. ആ 144,000 പേര്, അതായത് ആ മഹാകഷ്ടകാലത്തിൽ കൂടെ കടന്നു പോയി വന്ന ഒരു കൂട്ടരാണ് ഈ 144,000 പേരും. ഈ 14-ാം അധ്യായം എത്തിയപ്പോഴും ഇതിൽ ഒരാൾ പോലും വീണു പോയിട്ടില്ല. അതായത് ദൈവം മുദ്രയിട്ട ഒരാളും നഷ്ടപ്പെട്ട് പോവുകയില്ല. അതുകൊണ്ടാണ് ഭൂമിയിലുണ്ടായിരുന്നപ്പോൾ പോലും യേശുക്രിസ്തു പിതാവിനോട് പ്രാർത്ഥിച്ചപ്പോൾ, അങ്ങ് എൻ്റെ കയ്യിൽ നൽകിയ എല്ലാവരെയും തിരിച്ച് അങ്ങയുടെ പക്കലേക്ക് ഞാൻ തരുന്നു, അതിൽ ഒരാൾ പോലും നഷ്ടപ്പെട്ടിട്ടില്ല, നഷ്ടപ്പെട്ടത് ഒരാൾ മാത്രം, അത് എഴുതി വെച്ച ദ സൺ ഓഫ് പെർഡിഷൻ എന്ന യൂദാസ് മാത്രം. അത് ഓൾറെഡി എഴുതപ്പെട്ടതായതുകൊണ്ടും ബാക്കി എല്ലാം പിതാവ് തൻ്റെ കയ്യിൽ ഏൽപ്പിച്ച എല്ലാവരെയും സുരക്ഷിതമായി തന്നെ യേശുക്രിസ്തു തിരിച്ചു കൊടുക്കുകയാണ്. അത് ദൈവത്തിന് പിന്നീട് അങ്ങോട്ട് പരിശുദ്ധാത്മാവ് ഏറ്റെടുത്ത് നടക്കുകയാണ്. അതായത് ദൈവം മുദ്രയിട്ട വ്യക്തികളെ ആർക്കും ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല. അവർ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. എന്ന് പറഞ്ഞാലും അവർക്ക് എല്ലാം സുഖകരമായിരിക്കും എന്നല്ല പറയുന്നത്. അവരും ആ കഷ്ടതയിൽ കൂടെ കടന്നു പോയി. എന്നാലും ആ മഹാകഷ്ടകാലത്തിൽ അവർ ചെയ്തൊരു മഹാസംഭവമുണ്ട്. അവർ ഈ പിശാചിൻ്റെ അല്ലെങ്കിൽ ആ ബീസ്റ്റിൻ്റെ മുദ്ര ഏക്കാത്തവരാണ്. പക്ഷെ അവർ ഏറ്റവും ഒരു കാര്യമുണ്ട്, അതായത് പിശാചിൻ്റെ ഈ ബീസ്റ്റ്, ഈ ജീവിയുടെ അല്ലെങ്കിൽ എതിർ ക്രിസ്തുവിൻ്റെ മുദ്ര എവിടെ ഏൽക്കുന്നത്? കൈമേൽ വരുന്നുണ്ട്, നെറ്റിമേൽ വരുന്നുണ്ട്. പക്ഷേ ഇവരുടെ നെറ്റിയിൽ വേറൊരു കാര്യമാണുള്ളത്. അതായത് പിശാച് ഇവരുടെ നെറ്റിയിൽ മുദ്ര ഇടാൻ നോക്കിയപ്പോൾ ഒരു കാര്യം കണ്ടു. 2 കാര്യങ്ങളാണ് കാണുന്നത്. ഒന്ന്, അവർ നെറ്റിയിൽ അവൻ്റെ നാമവും, അതായത് കുഞ്ഞാടിൻ്റെ നാമവും പിതാവിൻ്റെ നാമവും എഴുതിയിരിക്കുന്ന 144,000 പേര്. അതുകൊണ്ട് തന്നെ പിശാചിൻ്റെ ഒരു മുദ്രയും ഇവരുടെ മേൽ ഫലിക്കുന്നില്ല. കാരണം അവരുടെ നെറ്റിയിൽ ഓൾറെഡി 2 കുഞ്ഞാടിൻ്റെ നാമവും പിതാവിൻ്റെ നാമവും എഴുതിയിരിക്കുന്നു. ഇന്ന് നമ്മൾ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ ആരുടെ നാമമാണ് നമ്മുടെ നെറ്റിയിൽ തെളിഞ്ഞു വരുന്നത്? നമ്മുടെ നെറ്റിയിൽ, നമ്മുടെ മനസ്സുകളിൽ ആരുടെ നാമമാണ് ഉയർന്നിരിക്കുന്നത്? നമ്മുടെ മനസ്സുകളിൽ ഉയർന്നിരിക്കുന്ന സിംഹാസനം ആരുടെ സിംഹാസനമാണ്? ആരുടെ ഹൈ പ്ലേസ് ആണ്? ആരുടെ ഓൾട്ടറാണ്? ആരുടെ യാഗപീഠമാണ് നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ മനസ്സുകളിൽ, നമ്മുടെ ജീവിതങ്ങളിൽ ഉയർന്നിരിക്കുന്നത്? ദൈവം നമ്മളെ നോക്കുമ്പോൾ അവൻ കാണുന്ന യാഗപീഠം ആരുടേതാണ്? യഹോവയെ ആരാധിക്കുന്ന, നിത്യം ആരാധിക്കുന്ന യാഗപീഠങ്ങളാണോ? അതോ ഇടയ്ക്കിടയ്ക്ക് വന്ന് തൂത്തെടുത്ത് വെക്കുന്നതാണോ? അതോ ഞായറാഴ്ച മാത്രം നമ്മൾ തൂത്തെടുക്കുന്ന യാഗപീഠങ്ങളാണോ? അതോ രാവും പകലും ദൈവത്തെ ആരാധിക്കുന്നവർ, അവരുടെ നാമം നെറ്റിയിൽ കൊണ്ടുവരുന്ന ആൾക്കാരാണോ? അതൊക്കെ നിങ്ങൾ ഇന്ന് ചിന്തിക്കണം. ഇത് വളരെ സ്പെഷ്യൽ ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ്. ഇത് സാധാരണക്കാരല്ല. ഇത് ദൈവത്തിൻ്റെ ജനം അല്ലെങ്കിൽ സഭ ഇതിൽ വരികയില്ല. മുമ്പ് നമ്മൾ നോക്കിയപ്പോൾ വളരെ വ്യക്തമായിരുന്നു. 12,000 ഓരോ ഗോത്രത്തിൽ നിന്ന് വന്നവരാണ്. ഇത് ഒരു സഭയും ഒരു സാധാരണ ജനതയും ഇതിൽ വരികയില്ല. ദിസ് ഇസ് എ വെരി സ്പെഷ്യൽ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. അതിൽ അവർ 144,000 പേര് അവരാരുടെ കൂടെ നിൽക്കുന്നു? കുഞ്ഞാടിൻ്റെ കൂടെ സിയോൻ മലയിൽ നിൽക്കുകയാണ്. അവർ വെറുതെ നിൽക്കുകയല്ല, അവർക്ക് കുറേ കാര്യങ്ങൾ അവർക്കുണ്ട്, അല്ലേ? ഇത് വെറുതെ അനൗൺസ് ചെയ്യുകയല്ല. 2-ാമത്തെ വാക്യം പറയുന്നു, പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയും വലിയൊരു ഇടിമുഴക്കം പോലെയും സ്വർഗത്തിൽ നിന്ന് ഒരു ഘോഷം കേട്ടു. ഞാൻ കേട്ട ഘോഷം വീണയല്ല, ആക്ച്വലി കിന്നരമാണ്. ഓക്കെ, ഇവിടെ വീണ എന്നാണ് തർജ്ജമ ചെയ്തിരിക്കുന്നെങ്കിലും ഇറ്റ് ഈസ് ദ ഹാർപ്പ്, വീണയല്ല. അപ്പോൾ കിന്നരം വായിക്കുന്ന വീണ അതായത് കിന്നരം വായിക്കുന്നവരാണ്. അപ്പോൾ ആ കിന്നരത്തിൻ്റെ, ഇവരുടെ കയ്യിൽ കിന്നരമുണ്ട്. അപ്പോൾ അതിൻ്റെ സ്വരമാണ് യോഹന്നാൻ കേൾക്കുന്നത്. അപ്പോൾ യോഹന്നാൻ വലിയൊരു സൗണ്ട്, അത്യുച്ചത്തിലൊരു സൗണ്ടാണ് കേൾക്കുന്നത്. ഭയങ്കര ഒരു സൗണ്ട്. അതായത് വളരെ മൃദുവായിട്ടുള്ള ഒരു സംഭവമല്ല, ഇതൊരു ഭയങ്കര സംഭവ വികാസങ്ങളാണ് സ്വർഗീയ തലങ്ങളിൽ സംഭവിക്കുന്നത്. വലിയ ഉത്സാഹത്തിൻ്റെ, വലിയ ആഘോഷത്തിൻ്റെ ഒരു തുടക്കമാണ്. അത് വലിയ വലിയ കാര്യങ്ങൾ നടക്കാൻ പോവുകയാണ്. അവർ സിംഹാസനത്തിനും 4 ജീവികൾക്കും മൂപ്പന്മാർക്ക് മുമ്പാകെ ഒരു പുതിയ പാട്ട് പാടി. ആര്? ഈ 144,000 പേര്. നമുക്കൊരു 100 പേര് അടങ്ങുന്ന കൊയർ പാടുമ്പോൾ തന്നെ അവരുടെ സ്വരം നമുക്ക് ഭയങ്കര
പവർഫുൾ ആയിട്ട് തോന്നാറുണ്ട് അല്ലേ. ചില ചേർച്ചസൊക്കെ അക്കൗസ്റ്റിക്കലി ബിൽഡ് ചെയ്ത ചേർച്ചസ് ആണ്. അതുകൊണ്ട് ഒരു 100 പേരെ ഒന്നിച്ച് അവർക്ക് ചിലപ്പോൾ ഒരു കീബോർഡോ ഒന്നും വേണ്ട, അവരുടെ സ്വരം തന്നെ മതി. അത് നമ്മളെ ആ ബിൽഡിംഗ് കുലുങ്ങുന്ന പോലെയൊക്കെ തോന്നും. ഇവിടെ 144,000 പേര് ഒന്നിച്ച് ഒരു മനസ്സോടെ, ഒരു അതിവിശിഷ്ടമായ ആൾക്കാരും കൂടെയാണ്. അവരുടെ ഓഡിയൻസ് ആരൊക്കെയാണെന്ന് നോക്കിയേ. ഒന്ന് 4 ഉഗ്രജീവികളുണ്ട് അല്ലേ. ആ 4 ജീവികളുണ്ട്, മൂപ്പന്മാരുണ്ട്. അവരുടെ മുമ്പേ വേറെ ആർക്കും പാടാൻ കഴിയാത്ത ഒരു പാട്ടാണ്, പുതിയ പാട്ടാണ്. പക്ഷെ ഇങ്ങനത്തെ പേരാണ്. ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയത്, അല്ലെങ്കിൽ റിഡീംഡ്. ദൈവം വളരെ സ്പെഷ്യൽ ഗ്രൂപ്പാണ് കേട്ടോ. ഈ സ്പെഷ്യൽ ഗ്രൂപ്പ്സിനെ മാറ്റി വെച്ചിരിക്കാം, തനിക്കായിട്ട് മാറ്റി വെച്ചൊരു ഗ്രൂപ്പാണ്. ഇത് സാധാരണ കൂട്ടാന്ന് വിചാരിക്കുകയും ചെയ്യരുത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് പാടുന്ന പാട്ട് വേറെ ആർക്കും അറിയത്തില്ല. ഇവർ പാടുന്ന പാട്ട് ഒരു പക്ഷേ അവർ അനുഭവിച്ച ആ മഹാകഷ്ടകാലത്തിൽ നിന്ന് അവരനുഭവിച്ച വേദനയിൽ നിന്ന് കൊണ്ടുവരുന്ന പാട്ടായിരിക്കാം. ചില വേദന പാട്ടുകൾ നമുക്കറിയാം, അത് നമ്മുടെ മാത്രം സ്വന്തമാണല്ലേ. ആ വേദനയിൽ നിന്നുണ്ടാകുന്ന ആ പാട്ടുകൾ നമുക്ക് സ്വന്തമാണ്. അവർക്ക് വേദനയൊക്കെ കഴിഞ്ഞു. അവർ എന്തിനു വേണ്ടിയാണോ ആ കഷ്ടതയിൽ കൂടെ കടന്നു പോയോ, ആ അത്യുന്നതൻ മഹോന്നതൻ ആ കുഞ്ഞാട് അവിടെ നിൽക്കുന്നതിന് അവർ ആർത്ത് പാടുകയാണ്. ഓക്കെ, അപ്പോൾ ഈ 144 പേരും ആ പാട്ട് പാടുകയാണ്. ബാക്കി എല്ലാവരും ഒരുപക്ഷെ അന്തം വിട്ട് നിൽക്കുകയാണ്. നമ്മുടെ തിയോളജി കറക്റ്റ് ആണെങ്കിൽ നമ്മൾ അവിടെ കൂട്ടത്തിലുണ്ട്, നമ്മളും അന്തം വിട്ട് നിൽക്കുകയാണ്. കാരണം നമുക്ക് ഈ പാട്ട് മനസ്സിലാവുന്നില്ല. പക്ഷെ ഒരു കാര്യം വളരെ വളരെ വ്യക്തമാണ്, യഹോവയുടെ ആരാധന അത് ആർപ്പോടെ നടക്കുകയാണ്. എല്ലാവരും കാത്തിരുന്ന ഒരു മൊമെൻ്റാണ്. അതായത് ആ മഹാകഷ്ടകാലത്തിൻ്റെ 2ാം ഭാഗത്തിൽ ഏകദേശം നടക്കുന്ന കാര്യമാണ് നടക്കുന്നത്. ആദ്യത്തെ ഭാഗം ആരുടെ ക്രോധമാണ്? പിശാചിൻ്റെ, എതിർ ക്രിസ്തുവിൻ്റെ ക്രോധമെങ്കിൽ 2ാമത്തെ ഭാഗം കുഞ്ഞാടിൻ്റെ ക്രോധമാണ്. ഇത് ആ 2ാമത്തെ ഭാഗമാണ്. ആ 2ാമത്തെ ഭാഗത്തിലെ ചില കാര്യങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. അപ്പം അവർ കന്യകന്മാരായാൽ, ബ്രഹ്മചാരി എന്നുള്ള വാക്കിനെ കാട്ടിയും കന്യകമാർ, വേർജിൻസ് ആണ് കുറച്ചുകൂടെ നല്ലത് അല്ലേ. അപ്പം ഇവർ സാധാരണക്കാരല്ല, ഇവർ കന്യകന്മാരാണ്. അതായത് നമുക്ക് യെരമ്യാവിൻ്റെ ഒരു യെരമ്യാവിൻ്റെ പുസ്തകം പഠിക്കുമ്പോൾ യെരമ്യാ പ്രവാചകനോട് ദൈവം പറയുന്നുണ്ട്, നീ കല്യാണം കഴിക്കരുത്. കാരണം ആ സമയത്ത് ഇസ്രായേൽ ജനത ഒരു 70 വർഷക്കാലം വളരെയേറെ കഷ്ടതയിൽ കൂടെ കടന്നു പോകേണ്ട ഒരു സമയം കൂടെയാണ്. ഈ പ്രവാചകന് കല്യാണം കഴിക്കുവാൻ ദൈവം അനുവദിക്കുന്നില്ല എന്ന് പറയുന്ന പോലെ ഒരു പക്ഷേ ഈ 144,000 പേരും കടന്നു പോകുന്ന സാഹചര്യം അത്രയേറെ പ്രയാസമുള്ള സാഹചര്യമുള്ളതായിരിക്കാം. ദൈവം പറയുന്നത് അവരോട് കല്യാണം കഴിക്കേണ്ടെന്ന് തന്നെയാണ്. അവർ കല്യാണം കഴിക്കുന്നില്ല. ഇനി ചിലർ പറയുന്നുണ്ട് ഈ കല്യാണം കഴിക്കാതിരിക്കുക എന്ന് മാത്രമല്ല, അത് സ്പിരിച്വലായിക്കൂടെ. അതായത് ദൈവത്തിന് ആരാധനയിൽ നിന്ന് വിട്ടുമാറാതെ ദൈവത്തിൽ തന്നെ പിടിച്ച് വേറൊരു വിഗ്രഹാരാധനയും ദൈവം അങ്ങനെ കാണാറുണ്ടല്ലേ. അതായത് ദൈവത്തിന് വേറിട്ട് നിൽക്കുന്ന മനുഷ്യർ എന്ന രീതിയിൽ അങ്ങനെ ആയിക്കൂടെ എന്നുണ്ട്. യെസ്, ഒരുപക്ഷെ ഇത് രണ്ടുമാകാം. അതായത് ദൈവത്തിന് കൊടുക്കേണ്ട ആരാധനയും പിശാചിൻ്റെ മുദ്ര ഏൽക്കാതെ ദൈവത്തിലേക്ക് മാത്രം വളരെ വിശുദ്ധിയോടെ ജീവിക്കുന്ന ഒരു ജനതം ആയിരിക്കാം. അതേപോലെ തന്നെ അവർ കല്യാണം കഴിക്കാത്തവർ തന്നെ ആയിരിക്കാം. ഇത് രണ്ടും ആയിരിക്കാമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇവർ മറ്റുള്ളവരെ പോലെയല്ല. കാരണം എന്തുവാ, കുഞ്ഞാട് എവിടെ പോയാലും ഇവർ അനുഗമിക്കും. ഒരു കൊമാൻഡോ ഗ്രൂപ്പ് പോലെയാണ് ഇവർ. അതായത് ഒരു രാജ്യത്തിലെ പ്രസിഡന്റ് അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ പോകുമ്പോൾ വേറൊരു രാജ്യത്തിലേക്ക് പോകുമ്പോൾ അവർ ഒറ്റയ്ക്കൊന്നും അല്ല പോകുന്നത്. അവരുടെ കൂടെ ഒരു നല്ലൊരു കണ്ടിൻജൻ്റ് ഉണ്ട് അല്ലേ. അവർ വലിയ ഒരു കൂട്ടം തന്നെയുണ്ട്. സെക്യൂരിറ്റി ഉണ്ട്, ഡിപ്ലോമാറ്റ്സ് ഉണ്ട്, ഒത്തിരി പേര് കൂടെ പോകുന്നുണ്ട്. ഈ 144,000 പേര് ഈ കുഞ്ഞാട് എവിടെ പോയാലും ആ കുഞ്ഞാടിൻ്റെ കൂടെയുണ്ട്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ദീസ് ആർ അൾട്രാ സ്പെഷ്യൽ. ദേ ആർ ദ എലീറ്റ് കമാൻഡോസ് എന്നാണ് പറയുന്നത്. ഇവരെ ഒരു വിധത്തിലും ആർക്കും എന്താ പറയുക, അവരെ ഡിസ്ട്രാക്ട് ചെയ്യാൻ പറ്റത്തില്ല. ആർക്കും ഇവരെ മാറ്റി പിടിക്കാനൊന്നും നടക്കത്തില്ല. ഇവർ കുഞ്ഞാടിന് വേണ്ടി മാത്രം ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞാട് എവിടെ പോയാലും അവർ കൂടെ പോകുന്നുണ്ട്. പിന്നെ വേറൊരു ഭാഗം എന്ന് പറഞ്ഞാൽ അവർ ദൈവത്തിനും കുഞ്ഞാടിനും ആദ്യ ഫലമായി മനുഷ്യരുടെ ഇടയിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുന്നു. ഈ ആദ്യ ഫലം അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഫസ്റ്റ് ഫ്രൂട്ട്സ്. ഈ ഫസ്റ്റ് ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മേൽത്തരമായത്, ദ ഫൈനസ്റ്റ് എന്നാണ് അർത്ഥം. അതായത്
ഏറ്റവും മേൽത്തരം, ഇവർ മനുഷ്യരിൽ ഏറ്റവും ഫൈനസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും മേൽത്തരമായ ആൾക്കാരാണ്. അവരുടെ നാവിൽ യാതൊരു തിന്മയുമില്ല, അവരെക്കുറിച്ച് കുറ്റം പറയാനുമില്ല. അവരെ ഒരിക്കലും കുറ്റം ചെയ്തിട്ടില്ല എന്നല്ല, ദൈവം അത് സ്വീകരിക്കുകയില്ല, അത് മറച്ചിരിക്കുകയാണ്. പിശാച് എന്ത് തന്നെ കൊണ്ടുവന്നാലും പിശാച് ഇവരുടെ നേരെയുള്ള ഒന്നും ജയിക്കുകയില്ല, കാരണം ദൈവം മറച്ചിരിക്കുകയാണ്. അവരൊരിക്കലും പാപം ചെയ്യാത്തവരെന്നുള്ളതല്ല, പക്ഷേ കുഞ്ഞാടാണ് അത് മറച്ചിരിക്കുന്നത്. കുഞ്ഞാടിൻ്റെ കണ്ണിൽ അവർക്ക് യാതൊരു കുറ്റവുമില്ല. അതുകൊണ്ട് തന്നെ അവരുടെ നാവും അങ്ങനത്തെ ഒരു നാവാണ്. അവർക്ക് വേറെ ഒന്നും ഇല്ല. ഇവരുടെ ഈ നാവിൽ കുഞ്ഞാടിനെ കുറിച്ചും ദൈവരാജ്യത്തിനെ കുറിച്ചും മാത്രം പറയാനുള്ള ഒരു നാവാണ്. അവർ വേറെ ഒന്നിനും ആ നാവ് ഉപയോഗിക്കുകയില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ദേ ആർ ദ ഫൈനസ്റ്റ്. അപ്പോൾ ഫസ്റ്റ് ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ അത് ആദ്യ ഫലം എന്നാണല്ലോ. ആദ്യ ഫലമെങ്കിൽ ബാക്കി ഫലമുണ്ട്, ബാക്കി ഒരു ഹാർവെസ്റ്റ് ഉണ്ട്, ബാക്കി ആൾക്കാർ വരുന്നു. പക്ഷേ അതിന് മുമ്പുള്ള ദ ഫൈനസ്റ്റ് ഓഫ് ദ ഫൈനസ്റ്റ്, അതാണ് ഈ 144,000 പേര്. അപ്പോൾ അവരുടെ വ്യാജം അവരുടെ വായിൽ ഉണ്ടായിരുന്നില്ല, അവർ കളങ്കമില്ലാത്തവർ തന്നെ. അപ്പം ഇവർ വളരെ സ്പെഷ്യലാണ്. അവരുടെ നെറ്റിയിൽ എന്തുണ്ട്? പിതാവിൻ്റെയും കുഞ്ഞാടിൻ്റെയും നാമമുണ്ട്. ഭൂമിയിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ട കന്യകന്മാർ, മറ്റാർക്കും പാടാൻ പറ്റാത്ത പാട്ട് പാടുന്നവർ, അവരുടെ വായിൽ യാതൊരു ദൂഷ്യമില്ല, അവരുടെ വായിൽ വ്യാജമില്ല. അതായത് നമ്മളും അതുപോലെ ആകണ്ടേ, നമ്മുടെ നാവും വ്യാജമില്ലാത്തതാകണം. അപ്പോഴേ ദൈവം നമ്മളൊക്കെ നോട്ടീസ് ചെയ്യത്തുള്ളൂ. നമ്മുടെ നാവിൽ വ്യാജമില്ലെന്നും നമ്മൾ പാപത്തിൽ നിന്ന് വിട്ടകന്ന് അവന് വേണ്ടി വി ആർ ഓൺ ദ സിമിലർ ബോട്ട്, നമ്മൾ അതേ പാതയിലുള്ളവരാണ്. പക്ഷെ നമ്മൾ തിരിച്ചറിയുന്നില്ല. നമ്മൾ ഈ 144,000 വന്നില്ലെങ്കിലും നമ്മളെ അതേ രീതിയിലാണ് കാണുന്നത് എന്ന് ഓർത്തുകൊള്ളുക. നമ്മൾ യഹോവയ്ക്ക് വേണ്ടി മാറ്റപ്പെട്ടവരാണ്. നമ്മളൊരു വിശുദ്ധ ജാതിയാണ്. നമ്മൾ വി ആർ എ റോയൽ നേഷൻ, എ റോയൽ പ്രീസ്റ്റ്, അല്ലേ, ഹോളി നേഷൻ. അപ്പം നമ്മുടെ നാവിലും സ്തുതി മാത്രം കാണേണ്ടവരാണ്. ദൈവത്തിൻ്റെ രാജ്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം കവിഞ്ഞൊഴുകേണ്ട നാവുകളാണ് നമ്മുടെ. അതേ ഈ കൂട്ടരാണ് നമുക്ക് വലിയൊരു മോഡൽ. അപ്പോൾ ഇവർ ദൈവത്തിന് വളരെ അടുത്ത ജനമാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ 6 മുതൽ 10 വരെയുള്ളത് വായിക്കാം. വേറൊരു ദൂതൻ ആകാശമധ്യേ പറക്കുന്നത് ഞാൻ കണ്ടു. ഭൂവാസികളായ സകല ജാതിയും ഗോത്രവും ഭാഷയും വംശവും ആയവരോട് അറിയിക്കുവാൻ അവന്റെ പക്കൽ ഒരു നിത്യ സുവിശേഷം ഉണ്ടായിരുന്നു. ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുക്കുവിൻ, അവന്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവകളും ഉണ്ടാക്കിയവനെ നമസ്കരിക്കുവിൻ എന്ന് അവൻ അത്യുച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നു. രണ്ടാമത് വേറൊരു ദൂതൻ പിൻചെന്നു വീണുപോയി തന്റെ ദുർനടപ്പിന്റെ ക്രോധമദ്യം സകല ജാതികളെയും കുടിപ്പിച്ച മഹതിയാം ബാബിലോൺ വീണുപോയി എന്ന് പറഞ്ഞു. മൂന്നാമത് വേറൊരു ദൂതൻ അവരുടെ പിന്നാലെ വന്ന് അത്യുച്ചത്തിൽ പറഞ്ഞത്, മൃഗത്തെയും അതിന്റെ പ്രതിമയെയും നമസ്കരിച്ച് നെറ്റിയിലോ കൈമേലോ മുദ്രയേൽക്കുന്നവൻ ദൈവകോപത്തിന്റെ പാത്രത്തിൽ കലപ്പില്ലാതെ പകർന്നിരിക്കുന്ന ദൈവക്രോധമദ്യം കുടിക്കേണ്ടി വരും. വിശുദ്ധ ദൂതന്മാർക്കും കുഞ്ഞാടിന് മുൻപാകെ അഗ്നിഗന്ധകങ്ങളിൽ ദണ്ഡനം അനുഭവിക്കും. അതായത് ഇനി മുതൽ ഒരു ദൂതന്മാർ കുറച്ച് കാര്യങ്ങൾ വിളിച്ച് പറയാൻ പോവുകയാണ്. ഈ ആദ്യത്തെ ദൂതൻ നിത്യ സുവിശേഷം പറയുന്ന ഒരു ദൂതനായി മാറുന്നു. നമുക്കറിയാം, മുമ്പ് ബൈബിളിൽ ഇതിന് മുമ്പ് ഒരു ദൈവദൂതനെയും കൊണ്ടും ദൈവസുവിശേഷം പറയാൻ അനുവദിക്കുന്നില്ല. അത് ദൈവത്തിൻ്റെ ജനമാണ് എപ്പോഴും സുവിശേഷം പറയുന്നത്. തൻ്റെ പ്രവാചകന്മാർ, ദൈവത്തിൻ്റെ ജനമാണ് സുവിശേഷം പറയുന്നത്. ഇപ്പോൾ കാര്യങ്ങളൊക്കെ മറിഞ്ഞിരിക്കുന്നു. ഇവിടെ ഒരു നിത്യ സുവിശേഷം പറയുകയാണ്. പക്ഷേ ഇതിലൊരു ന്യായവിധിയുടെ ഒരു വിളിയാണ്, അല്ലേ? അപ്പം ഈ ദൂതൻ ആകാശമധ്യേ പറന്നുകൊണ്ട് എന്താണ് പറയുന്നത്? ഭൂവാസികളായ സകല ജാതിയും ഗോത്രവും ഭാഷയും വംശവും ആയവരോട് അറിയിക്കുവാൻ. അപ്പം ഇത് ഓഡിയൻസ് ആരാണ്? ഈ ലോകത്തിലുള്ള സകല ഭൂവാസികളും, ഇതിൽ ജീവിക്കുന്ന സകല മർത്യരുമാണ് അതിൻ്റെ ഓഡിയൻസ്. അപ്പം അവർ ഒരു നിത്യ സുവിശേഷം. അപ്പം നമുക്ക് സാധാരണ നമ്മൾ പറയുന്ന കൃപയുടെ ഒരു സുവിശേഷമാണെങ്കിൽ, ഇവിടെ ഈ ദൈവദൂതൻ വിളിച്ച് പറയുന്നത് എങ്ങനത്തെ സുവിശേഷമാണ് നമുക്ക് നോക്കാം. ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുക്കുകയും അവൻ്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. അതായത് ഈ നിത്യ സുവിശേഷം എന്ന് പറയുന്നത് എന്തുവാ?
ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു, ദ അവർ ഓഫ് ജഡ്ജ്മെൻറ്റ്. അപ്പോൾ ജഡ്ജ്മെൻ്റ് ആണ് ആക്ച്വലി വിളിച്ചു പറയുന്ന സുവിശേഷം. പക്ഷേ നിത്യ സുവിശേഷം എന്തുവാണ്? അതായത് ഈ ഭൂമി, ആകാശത്തിനെയും ഭൂമിയെയും കടലിനെയും നീരുറവുകളും ഉണ്ടാക്കിയവനെ നമസ്കരിക്കുവാൻ. അതായത് ലോകം മുന്നോട്ട് പോകും തോറും ഇതൊക്കെ രണ്ട് കല്ല് വന്ന് കൂട്ടിമുട്ടി ഉണ്ടായതാണ്. ഇത് ദൈവമൊന്നും സൃഷ്ടിച്ചതല്ല. അതായത് നമുക്കെല്ലാം സിംഗിൾ സെൽ ഓർഗാനിസം അറിയാം അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏറ്റവും ആദ്യം ഉണ്ടായ സിംഗിൾ സെൽ ആണെന്നുള്ളത്. അത് നമ്മളെന്നിട്ട് പറഞ്ഞു നമ്മളെല്ലാം എവല്യൂഷനായിട്ട് വന്നിരിക്കുകയാണ്. ഓക്കെ, ഈ സിംഗിൾ സെൽ ഓർഗാനിസം ഡബിൾ സെൽ ആയിട്ടില്ല ഇത്രയും നാളായിട്ടും. ആരും ചോദിക്കുന്നില്ല. ഡബിൾ സെൽ ആയിട്ടില്ല. നമുക്ക് ഡബിൾ സെൽ ഓർഗാനിസം, ഈ സിംഗിൾ സെൽ ഓർഗാനിസത്തിൽ തന്നെ നിൽക്കുകയാണ് ഇപ്പോഴും. പക്ഷെ നമ്മൾ എവല്യൂഷൻ പഠിച്ചു, നമ്മൾ ഡാർവിൻ തിയറിയൊക്കെ പഠിച്ച് സയൻസ് പഠിച്ച് ഏറ്റവും അവസാനം ഈ ഭൂമി വന്നത് രണ്ട് കല്ല് നമ്മൾ കൂട്ടിമുട്ടി ഭയങ്കര ചൂടായിട്ട് വന്ന് അതിൽ നിന്നുള്ള മിനറൽസ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പിണഞ്ഞ് ഒരു സിംഗിൾ സെൽ ആയിട്ട് വന്ന് സിംഗിൾ സെൽ പിന്നെ ഒരു ദിവസം നോക്കുമ്പോൾ മനുഷ്യനായി നിൽക്കുന്നു. അപ്പോൾ ഇവിടെ ഈ നിത്യ സുവിശേഷം വിളിച്ചു പറയുന്നത് ഇതൊക്കെ വിളിച്ചു പറഞ്ഞവർ, ഇതൊക്കെ ചെയ്തവർ, ഇതനുസരിച്ച് നടന്നവർക്കും ഒരു നാഴിക വന്നിരിക്കുന്നു, ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. ഇത് സൃഷ്ടിച്ചവൻ ആകാശത്തെയും ഭൂമിയെയും കടലിനെയും നീരുറവുകളെയും സൃഷ്ടിച്ചവനെ ആരാധിച്ചുകൊള്ളുവീൻ, കാരണം ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. അവൻ്റെ മുമ്പിൽ നമസ്കരിക്കുക അല്ലാതെ വേറെ വഴിയില്ല. അപ്പോൾ അതാണ് ആദ്യത്തെ ദൂതൻ പറയുന്നത്. രണ്ടാമത്തെ ദൂതൻ പറയുന്നത് വേറിട്ടൊരു കാര്യമാണ്. വേറൊരു ദൂതൻ പിൻചെന്ന് വീണുപോയി തൻ്റെ ദുർനടപ്പിൻ്റെ ക്രോധ മദ്യം സകല ജാതികളെയും കുടിപ്പിച്ച മഹദിയാം ബാബിലോൺ വീണുപോയി എന്ന് പറഞ്ഞു. ഇംഗ്ലീഷിൽ ബാബിലോൺ, ഫോളൻ ഇസ് ബാബിലോൺ, ബാബിലോൺ ഇസ് ഫോളൻ, അല്ലെങ്കിൽ രണ്ട് വട്ടം പറയുന്നുണ്ട്. ഫോളൻ ഇസ് ബാബിലോൺ, അതായത് രണ്ട് വട്ടം അടുപ്പിച്ചാണ് പറയുന്നത്. ഒരു വട്ടം പറഞ്ഞാൽ പോരെ. ഈ രണ്ട് വട്ടം പറയാനുള്ള കാര്യം ഈ സംഭവ വികാസങ്ങൾ തുടങ്ങിക്കഴിയുമ്പോൾ പെട്ടെന്ന് നടക്കും എന്ന് പറയുന്നതാണ്. പിന്നെ ദൈവം അത് ഇറങ്ങിത്തിരിച്ചു എന്നതിനെ സൂചിപ്പിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. അതായത് ഇതിന് മാറ്റമില്ല. ഈ രണ്ട് വട്ടം, അതായത് ബൈബിൾ യേശുക്രിസ്തു വെർലി സത്യമായി എന്ന് പറയുന്നത് പോലെ, അതായത് ഇതിന്ന് പിന്നെ ഒരു പിന്മാറ്റമില്ല, ഇത് വീണ്ടും വിചാരണയ്ക്കുള്ള ഒരു സംഭവമില്ല. ദൈവം ഇത് കൽപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് അത് രണ്ട് വട്ടം. ഒന്നും കൂടെ ഉറപ്പിക്കുകയാണ് ബാബിലോൺ. ഈ ബാബിലോൺ എന്ന് പറയുന്നത് ആക്ച്വലി ഈ മൃഗം ഉണ്ടല്ലോ, മൃഗം ഈ ഭൂമിയിലേക്ക് കംപ്ലീറ്റ് കൺട്രോൾ ഏറ്റെടുക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ഇക്കോണമിക് സിസ്റ്റത്തിനെയാണ് ബൈബിൾ ബാബിലോൺ എന്ന് വിളിക്കുന്നത്. ഈ ബാബിലോൺ വെറും ഒരു രാജ്യം മാത്രമല്ല, ഈ മൃഗം ഉപയോഗിക്കുന്ന പൊളിറ്റിക്കൽ ആൻഡ് ഇക്കോണമിക് സിസ്റ്റം, ലോകത്തിൻ്റെ ഒരു സിസ്റ്റം, ആ സിസ്റ്റം വെച്ചാണ് അവൻ മുന്നോട്ട് കയറുന്നത്. ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളത് നമ്മൾ ഇനി വെളിപാടിൻ്റെ 16-ാം അധ്യായം അതിൻ്റെ 18, 19 ഇത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. അതിൻ്റെ ബാക്കി ബാബിലോണിൻ്റെ ഫോളൻ ഈ എന്തുകൊണ്ടാണ് ഈ രണ്ട് വട്ടം പറഞ്ഞതെന്നുള്ളത് നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. പക്ഷേ അതിന് വേറൊരു വേശ്യ പറയുന്നുണ്ട്. ഈ 17-ാം അധ്യായത്തിൽ പറയുന്ന ഒരു വേശി, അത് ബാബിലോൺ എന്ന് വെച്ചാൽ വേറിട്ടതാണ്. ആ വേശി എന്ന് പറയുന്നത് പിശാച് ഉപയോഗിക്കുന്ന റിലീജിയസ് സിസ്റ്റമാണ്, മതപരമായ ഒരു സിസ്റ്റം ഉപയോഗിച്ചാണ് ഈ അന്തിക്രിസ്തു ഏറ്റവും അവസാനം കയറി വരാൻ പോകുന്നത്. ഈ എതിർ ക്രിസ്തു ഏറ്റവും അവസാനം മേളിൽ കയറിയിട്ട് ആ സിസ്റ്റത്തിനെ അടിച്ചു കളയും. അപ്പോൾ അവനൊരു റിലീജിയസ് സിസ്റ്റം ഉപയോഗിച്ച് അതിൻ്റെ മണ്ടയിൽ കയറുന്നുണ്ട്. അപ്പോൾ ഒരു സൈഡിൽ അവനൊരു ലോകത്തെ ഭരിക്കുവാൻ വേണ്ടി അവനൊരു പൊളിറ്റിക്കലും ഒരു എക്കോണമിക്കായിട്ട് ഒരു സിസ്റ്റം അവൻ ഉപയോഗിക്കുന്നുണ്ട്. അതാണ് ഈ ലോക സിസ്റ്റം. അതിനെ ദൈവം ബാബിലോണായിട്ടാണ് കാണുന്നത്. ബാബിലോനെ തകർക്കുന്നത് ദൈവമാണ്, പിശാചല്ല. ഈ വേശ്യയെ തകർക്കുന്നത് പിശാചാണ്. പിശാച് ഏറ്റവും അവസാനം അവളെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ആ റിലീജിയസ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ സിസ്റ്റത്തിനെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അവൻ്റെ സ്വന്തമായിട്ടുള്ളൊരു സിസ്റ്റം കൊണ്ടുവരും. അപ്പോഴത്തേക്ക് അതിനെ അടിക്കും. പക്ഷെ ബാബിലോണെതിരെ നിൽക്കുന്നത് ദൈവമാണ് അതിനുള്ള ജഡ്ജ്മെൻറ്റ് കൊടുക്കുന്നത്. അപ്പോൾ ബാബിലോൺ വീണിരിക്കുന്നു. രണ്ട് വട്ടം പറയാനുള്ള കാരണവും അത് തന്നെ. പിന്നെ മൂന്നാമത് വന്ന വേറൊരു ദൂതൻ
അവരുടെ പിന്നാലെ വന്ന് അത്യുച്ചത്തിൽ പറഞ്ഞത്, മൃഗത്തെയും അതിൻ്റെ പ്രതിമയെയും നമസ്കരിച്ച് നെറ്റിയിലോ കൈമേലോ മുദ്രയേൽക്കുന്നവൻ ദൈവകോപത്തിൻ്റെ പാത്രത്തിൽ കലർപ്പില്ലാതെ പകർന്നിരിക്കുന്ന ദൈവക്രോധ മദ്യം കുടിക്കേണ്ടി വരും. ഇത് ഇച്ചിരി പ്രയാസമുള്ള ഭാഗങ്ങളാണ്. കാരണം ഇതുവരെ ബൈബിളിൽ പലപ്പോഴും നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നതും കേൾക്കാൻ ആഗ്രഹിക്കുന്നതും ഒരു കൃപയുള്ള ദൈവം, നമ്മളെ ക്ഷമിക്കുന്ന ദൈവം, നമ്മുടെ പാപങ്ങളെല്ലാം മാറ്റി വീണ്ടും ദയാലുവായ ഒരു ദൈവം. പക്ഷെ ഇവിടെ വേറൊരു ദൈവത്തെക്കുറിച്ചാണ് പറയുന്നത്. അതായത് പിശാച് 3 കൂട്ടരെയാണ്, 3 തരത്തിലുള്ളവരെയാണ് ഇത് കുടിപ്പിക്കാൻ പോകുന്നത്. ഒന്ന്, ഈ കോപത്തിൻ്റെ വീഞ്ഞ്, അതൊരു വീഞ്ഞാന്ന് ഓർക്കുക. ഇറ്റ്സ് ദ ഫ്യൂറി ഓഫ് ഹിസ് വൈൻ. അപ്പോൾ അത് ആരൊക്കെയാണ് കുടിപ്പിക്കുന്നത്? മൃഗത്തെ ആരാധിക്കുന്നവൻ്റെ മേൽ, പിന്നെ ആ പ്രതിമ, മൃഗം ഒരു എതിർ ക്രിസ്തുവിൻ്റെ ഒരു പ്രതിമയുണ്ടാക്കി മനുഷ്യരെ കൊണ്ട് ആരാധിക്കുന്ന അവരുടെ മേൽ, പിന്നെ ഈ പിശാചിൻ്റെ മുദ്ര അല്ലെങ്കിൽ എതിർ ക്രിസ്തുവിൻ്റെ മുദ്ര സ്വീകരിക്കുന്നവരുടെ മേൽ. ഈ 3 കൂട്ടരും ഇത് സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് പിന്മാറാൻ പറ്റത്തില്ല. അവരെല്ലാം, ഇത് ഏത് വിഭാഗത്തിലുള്ളവരാണെങ്കിലും ഏത് രാജ്യത്തിലുള്ളവരാണെങ്കിലും അവർ ഈ വീഞ്ഞ് കുടിച്ചേ മതിയാവും. ഇവിടെ കൃപ ഇല്ല, ഇവിടെ കുഞ്ഞാടിൻ്റെ ക്രോധം മാത്രം, അതിന് കലർപ്പില്ലാതെ കുടിപ്പിക്കുന്ന പറഞ്ഞു. അതായത് ഇതൊരു ഭയാനകമായ സംഭവമാണ്. അന്ന് ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള പ്രയാസങ്ങളിൽ കൂടെ കടന്നു പോകും. അതായത് ദൈവത്തിൻ്റെ ജനം 3.5 വർഷക്കാലം ഈ മുദ്ര ഏൽക്കാത്തവർ കടന്നു പോകുന്ന സാഹചര്യങ്ങളൊന്നും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത് ഒന്നുമല്ലാതാവും. അതായത് പിശാചിൻ്റെ ക്രോധം ഏറ്റവർ, അവർ മരണപ്പെട്ടവർ, അവർ കടന്നു പോയതൊന്നും ആയിരിക്കത്തില്ല ഈ കുഞ്ഞാടിൻ്റെ ക്രോധം ഇത് ഏറ്റവർ. അപ്പോൾ ദൈവത്തിൻ്റെ ജനത്തിനും അന്നുണ്ടാകുന്ന ജനത്തിന് 2 ഓപ്ഷനുണ്ട്. ഒന്ന്, കുഞ്ഞാടിന് വേണ്ടി മരിക്കുക, ഇത് ഏൽക്കാതെ ഈ പിശാചിൻ്റെ അല്ലെങ്കിൽ ഈ മൃഗത്തിൻ്റെ മുദ്ര ഏൽക്കാതെ മുന്നോട്ട് പോവുക. അവർ വളരെ കഷ്ടതയോട് കടന്നു പോകും, നിസ്സംശയം. പക്ഷേ അതിൽ കൂടെ കടന്നു പോയാൽ, രക്ഷപ്പെട്ടാൽ, 144,000 പേര് കടന്നു വന്നതുപോലെ നിന്നാൽ അവർ ക്രിസ്തുവിനോട് നിൽക്കും. പക്ഷേ ഇതിൻ്റെ ഇടയിൽ കോംപ്രമൈസ് ചെയ്ത് അവർ ആ മുദ്ര ഏൽക്കുകയും അത് പോട്ടെ എന്തെങ്കിലുമൊക്കെ ആവട്ടെ, ലോകത്തിൻ്റെ സിറ്റുവേഷൻ ഇങ്ങനെയൊക്കെയാണ് മുന്നോട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ മുദ്ര ഏറ്റവർ എല്ലാവരും കുഞ്ഞാടിൻ്റെ ക്രോധത്തിൻ്റെ വീഞ്ഞ് കുടിക്കേണ്ടി വരും. നിങ്ങൾ ഒരു കാര്യം ഓർക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് അന്ത്യകാലത്ത് മാത്രം സംഭവിച്ച കാര്യമാണ്. അല്ല, നമ്മൾ വെളിപാടിൻ്റെ 7 സഭകളെക്കുറിച്ച് പഠിച്ചപ്പോൾ അതിൽ ഒരു കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതായത് എല്ലാ വർഷവും റോമിൽ ഒരു സംഭവം ഉണ്ടായിരുന്നു. വർഷത്തിൽ ഒരിക്കൽ സീസറിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് സീസറിൻ്റെ ഇമേജ് സീസറിനെ കൊണ്ട് ഉണ്ടാക്കിയ പ്രതിമയുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഓരോ വ്യക്തികളും കുന്തിരികം പോലെ അല്ലെങ്കിൽ ഒരു ഇൻസെൻസ് എടുത്തിട്ട് എറിഞ്ഞിട്ട് പറയണം, സീസറാണ് എല്ലാ ദൈവത്തിലും മേൽ ഉള്ള ദൈവം, സീസറാണ് ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തിരിച്ചുപോയി ജോലി ചെയ്യാം, അവർക്ക് പെർമിറ്റ് കിട്ടും, ജോലി ചെയ്യാനുള്ള പെർമിറ്റ്, സാലറി വാങ്ങാനുള്ള പെർമിറ്റ്, സാധനങ്ങൾ വാങ്ങിക്കാനുള്ള പെർമിറ്റ്, അവർക്ക് സഭകളിൽ പോയും ഇരിക്കാം, ഒരു പ്രശ്നവുമില്ല. അത് പിശാചിൻ്റെ മുദ്ര ഏൽക്കുന്ന പോലെ തന്നെയല്ലേ? അത് ഏൽക്കാത്തവർ എന്ത് ചെയ്തു? മരണപ്പെട്ടു. അവർക്ക് പട്ടിണിയുണ്ടായി, പരിവേഷമുണ്ടായി, പ്രയാസങ്ങൾ കൂടെ കടന്നുപോയി. പലരും വളരെയേറെ കഷ്ടതയിൽ കൂടെയും പ്രയാസങ്ങൾ കൂടെയും മരണപ്പെടുകയും ചെയ്തു. പക്ഷേ അവർ ആരുടെ ഇരിക്കും? ക്രിസ്തുവിൻ്റെ കൂടെ ഇരിക്കും. അന്ന് എന്തെങ്കിലുമൊക്കെ ആവട്ടെ, ഈ സീസറാണ് ഇനി എല്ലാം എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ ഇടയ്ക്കൊക്കെ കോംപ്രമൈസ് ചെയ്യണം എന്ന് ചെയ്തവർക്കും എനിക്ക് തോന്നില്ല ഒരു തിരിച്ചു വരവ് ഉണ്ടെന്ന്. അതുകൊണ്ട് പിശാചിൻ്റെ മുദ്ര പല കാലഘട്ടങ്ങളിൽ പല രീതിയിൽ വന്നിട്ടുണ്ട്. അത് പോയി നെറ്റിയിൽ എടുക്കരുത്. പിശാചിൻ്റെ മുദ്ര നമ്മുടെ കൈകളിൽ എടുക്കരുത്. നമുക്കൊരു നാമമേ ഉള്ളൂ, അത് കുഞ്ഞാടിൻ്റെ നാമം. അത് നമ്മുടെ നെറ്റിയിൽ, ഈ 144,000 പേരുടെ നെറ്റിയിൽ കണ്ടതുപോലെ നമ്മുടെ നെറ്റിയിലും ആ നാമം കാണട്ടെ. നിങ്ങൾ കഷ്ടതയിൽ പ്രയാസങ്ങളോട് കടന്നു പോകുമ്പോൾ സഹിഷ്ണുതയോട് പിടിച്ചുകൊള്ളുക. കാരണം നിങ്ങൾ ഒരു നാൾ ക്രിസ്തുവിൻ്റെ കൂടെ വാഴും. അന്ന് ഈ കഷ്ടതകളൊന്നുമില്ലാതായി മാറും. അതേ സമയത്ത് മുദ്ര ഏറ്റവർക്കോ എന്നേക്കുമുള്ള ദണ്ഡനയായി മാറും. അതും ബൈബിൾ പറയുന്നുണ്ട്. അത് വായിക്കുവാൻ വളരെ പ്രയാസമാണ്. നമ്മൾ വിചാരിക്കും ഇത്രയും ക്രൂരമായൊരു ദൈവമാണോ? യെസ്, ദൈവത്തിൻ്റെ
ദൈവത്തിൻ്റെ വിശുദ്ധി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ വിശുദ്ധി നിറഞ്ഞതാണ്. അത് പാപത്തെ അങ്ങ് സമ്മതിക്കുന്ന, കോംപ്രമൈസിന് സമ്മതിക്കുന്ന ഒരു ദൈവമല്ല. പക്ഷേ നമ്മൾ ഓരോരുത്തർക്കും നമ്മുടെ വഴികളിൽ നിന്ന് പിന്മാറി ഇതിൽ നിന്ന് തിരിച്ചു വരാൻ, ക്രിസ്തുവിലേക്ക് മാറുവാൻ അവന് വളരെ വളരെ സമയം തരുന്നുണ്ടല്ലേ. ആ സമയത്തിനുള്ളിൽ നമ്മൾ കയറിയില്ലെങ്കിൽ, ദൈവത്തിൻ്റെ കൃപയിലും ദൈവത്തിൻ്റെ വചനത്തിലും ദൈവത്തിൻ്റെ അനുസരണയിലും കയറിയില്ലെങ്കിൽ വലിയ വലിയ വില കൊടുക്കേണ്ടി വരും. സെക്രിയാവിൻ്റെ പുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം, അത് വേണമെന്ന് വായിക്കാം. സെക്രിയ ചാപ്റ്റർ 11:17. ആട്ടിൻകൂട്ടത്തെ ഉപേക്ഷിച്ചു കളയുന്ന ഭോഷനായ ഇടയന് അയ്യോ കഷ്ടം. അവന്റെ ഭുജത്തിന്മേലും വലങ്കണ്ണിന്മേലും വാൾ വരും. അവന്റെ ഭുജം അശേഷം വരണ്ട് വലങ്കണ്ണ് അശേഷം ഇരുണ്ടുപോകും. അപ്പം ഇവിടെ ഒരു വ്യാജത്തിൻ്റെ ഒരു ഐഡൽ ഷെപ്പേർഡ് അല്ലേ, വ്യാജത്തിൻ്റെ ഭോഷത്തിൻ്റെ എന്താണെന്ന് പറഞ്ഞു? ആട്ടിൻകൂട്ടത്തെ ഉപേക്ഷിച്ചു കളയുന്ന ഭോഷനായ ഇടയൻ. ഒരു ഭോഷനായ ഇടയൻ, ഇംഗ്ലീഷിൽ ഐഡൽ ഷെപ്പേർഡ്, അതായത് മടിയൻ ഷെപ്പേർഡ് എന്നല്ല, ഐഡൽ ഷെപ്പേർഡ്. അത് ഈ തൻ്റെ ആടുകളെ വിട്ട് കളയുന്നത്. പക്ഷേ അവൻ എവിടെ അടിക്കുന്നതെന്ന് നോക്കിയോ? വലം കൈയും വലത്തെ കണ്ണും വലത്തെ സൈഡുമാണ് അടിക്കുന്നത്. ഈ ബീസ്റ്റിൻ്റെ മാർക്ക് എന്ന് പറയുന്നതും അവരെവിടെ എടുക്കുന്നത്? അവർ കൈകളിലും നെറ്റിയിലുമാണ്. അപ്പം ഏകദേശം ആ ഇമേജ് തന്നെയാണ് ഇവനെ ആരാധിക്കാൻ ഏറ്റെടുക്കുന്നത്. അതായത് അവനോടുള്ള ആരാധന കൊണ്ട് ഈ ആദ്യത്തിന് മൃഗത്തിന് കിട്ടിയ ആ മുറിവിൻ്റെ ഇമേജ് എടുത്തിട്ട് അവർ സ്വീകരിക്കുകയാണ്. നിൻ്റെ ബലഹീനതകൾ നമ്മൾ സ്വീകരിച്ചോളാം. അതായത് അവൻ്റെ ഒരു കണ്ണ് പോയെങ്കിൽ അവർ എങ്ങനെയോ അവരുടെ കണ്ണ് മറയ്ക്കുകയോ അതുപോലൊരു സിംബോളിസം അവർ ഉപയോഗിക്കുന്നുണ്ട്. ആരാധന മൂത്ത് ഈ ആദ്യത്തെ മൃഗത്തിനോടുള്ള ആരാധന കൊണ്ട് അവരതേ കാര്യം, അതേ സെക്രിയാവ് 11-17 ഓൾറെഡി എഴുതി വെച്ചിരിക്കുകയാണ് ആ മുറിവ് ഉണ്ടാവും എന്നുള്ളത്. അതിനോട് അവർ അനുരൂപരാകുകയാണ്. നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ ഇമേജിനോട് അനുരൂപരാകുന്നത് പോലെ ഇവർ ആ എതിർ ക്രിസ്തുവിനോട് അനുരൂപരായി തീരുവാൻ ആഗ്രഹിക്കുന്നു. അത് സ്വയമേവ എടുക്കുന്ന ഒരു തീരുമാനം, അടിച്ചേൽപ്പിക്കുന്നത് പോലുമല്ല, അവർ സ്വയം എടുക്കുന്നതാണ്. ഒരു കാര്യം ഓർത്തുകൊള്ളണം, ഈ പിശാചിൻ്റെ ആരാധന പോലും അടിച്ചേൽപ്പിക്കുകയല്ല, അവർ സ്വയം ഏറ്റെടുക്കുന്നവരാണ്. പിന്നെ ബാക്കിയുള്ള കാര്യം, ഇക്കോണമിക് കാര്യങ്ങളെല്ലാം ഏറ്റെടുപ്പിക്കും. ഈ മുദ്രയില്ലാത്തവരെ കൊണ്ട് വാങ്ങിക്കാൻ സാധ്യമല്ല, അതൊക്കെ അവൻ ചെയ്തെങ്കിലും ഈ ആരാധന ഇവർ സ്വയം ഏറ്റെടുക്കണം. അവൻ്റെ നമ്പർ അവർ ഏറ്റെടുക്കുന്നതാണ്. നമ്മൾ കൺസെൻറ്റ് കൊടുക്കണം. നമ്മുടെ ജീവിതത്തിൽ പിശാച് കളിക്കണമെങ്കിൽ, പിശാച് തകർക്കണമെങ്കിൽ നമ്മൾ എവിടെയൊക്കെയോ കൺസെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ആ കൺസെൻറ്റ്, അതായത് യേശു ക്രിസ്തു ഈ ലെഗ്യോനെ ഇറക്കി വിടുമ്പോൾ ലെഗ്യോൻ ചോദിക്കുകയാണ് യേശു ക്രിസ്തുവിനോട്, നമ്മൾ പന്നികളുടെ പുറത്ത് കയറിക്കോട്ടെ എന്ന്. അതായത് പെർമിഷൻ ചോദിക്കുകയാണ്. അതുപോലെ നമ്മൾ പെർമിഷൻ കൊടുത്താലേ അത് സാധിക്കുകയുള്ളൂ. ഈ ആരാധനയും ഈ ദൈവത്തിൻ്റെ ക്രോധം വരുന്നത് എന്തുകൊണ്ടാണ്? അറിയാതെ സംഭവിച്ച ഒരു കാര്യമല്ല, അറിഞ്ഞുകൊണ്ട് അവൻ്റെ ചിഹ്നമേറുകയും അവൻ്റെ പ്രതിമയെ ആരാധിക്കുകയും അവൻ്റെ മുദ്ര സ്വീകരിച്ചവരാണ്. ഇത് ദൈവത്തിൻ്റെ മുദ്ര അവർ സ്വീകരിക്കത്തില്ല. ദൈവത്തെ അവർ തള്ളിക്കളഞ്ഞവരാണ്. ദൈവത്തിൻ്റെ സത്യത്തിന് മുമ്പിൽ അവർ മുട്ടുമടക്കുകയില്ല. ദൈവത്തെ അവർ ആരാധിക്കുകയില്ല. മറുത്ത് അവർക്ക് ഇഷ്ടം ഈ മൃഗത്തിനെ ആരാധിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അവൻ്റെ ക്രോധം. അതായത് എത്ര സമയം കൊടുത്താലും എത്ര കനിവ് കാണിച്ചിട്ടും യാതൊരു വ്യത്യാസവും വരാത്ത ഒരു ജനം. അവർക്ക് വേണ്ടത് യേശു ക്രിസ്തുവിൻ്റെ മൃദുലമായ വാക്കുകളല്ല, അവൻ്റെ ഭോഷത്വം പറയുന്ന വാക്കുകളാണ്. അവർക്ക് വേണ്ടത് ഇടയൻ്റെ നല്ല കരങ്ങളല്ല, അവരെ വെട്ടി ചുണ്ടമാക്കുന്ന ചില കരങ്ങളാണ് അവർക്ക് വേണ്ടത്. അവർക്ക് വേണ്ടത് കുറേ ഡ്രാമയാണ്. അവർക്ക് വേണ്ട അവൻ്റെ ഭോഷത്വമാണ്. അവന് വേണ്ടത് അവൻ്റെ എല്ലാ ഡിസെപ്ഷനുമാണ്. അത് സ്വീകരിക്കുന്നവയിൽ മേലാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് എന്താ സംഭവിക്കുന്നു പറഞ്ഞാൽ, ദൈവത്തിൻ്റെ വചനം നമ്മൾ എതിർത്ത് തുടങ്ങുകയും സത്യത്തെ മാറ്റിവെച്ച് വ്യാജം നമ്മുടെ നാവിൽ വരികയും നമ്മുടെ ജീവിതത്തിലും എല്ലാം വന്നു തുടങ്ങുമ്പോൾ ആരുടെ സ്വഭാവം നമ്മളിൽ വരുന്നത്? ഈ എതിർ ക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ പിശാചിൻ്റെ സ്വഭാവം നമ്മൾ കടന്നു കൂടുകയാണ് എന്ന് ഓർത്തുകൊള്ളുക. നമ്മൾ ദൈവസന്നിധിയിൽ നിന്ന് മാറിപ്പോകും. കാരണം എന്തുവാ? നമ്മൾ അവൻ്റെ സ്വഭാവത്തും അവനോട് പിശാചിനോട് അനുരൂപനായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളോ വെളിച്ചത്തിൻ്റെ മക്കളായി വെളിച്ചത്തിൽ നടക്കേണ്ടവർ, വെളിച്ചത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നവർ ഇരുളിൻ്റെ പ്രവൃത്തികളിലേക്ക് കയറി തുടങ്ങിയാൽ നമുക്ക് വലിയൊരു വിലയും വലിയൊരു പണിഷ്മെൻറ്റും വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ
ദൈവം ആരെയും വിടുന്നില്ല. ഈ കൂട്ടരെ എല്ലാം തന്നെ ദൈവം കടുത്ത ദണ്ഡന തന്നെ കൊടുക്കുന്നു. അപ്പൊ അതിന്റെ 11 മുതൽ 13 വരെയുള്ള വായിക്കാം. അവരുടെ ദണ്ഡനത്തിന്റെ പുക എന്നേക്കും പൊങ്ങും. മൃഗത്തെയും അതിന്റെ പ്രതിമയെയും നമസ്കരിക്കുന്നവർക്കും അതിന്റെ പേരിന്റെ മുദ്രയേൽക്കുന്ന ഏവനും രാവും പകലും ഒരു സ്വസ്ഥതയും ഉണ്ടാവുകയില്ല. ദൈവകൽപ്പനയും യേശുവിങ്കലുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് ഇവിടെ ആവശ്യം. ഞാൻ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു. അത് പറഞ്ഞത്, എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അതെ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു എന്ന് ആത്മാവ് പറയുന്നു. അതായത് ഈ പിശാചിന്റെ മുദ്ര ഏറ്റവരുടെ ദണ്ഡന കുറച്ചു നാളത്തേക്കാണോ? അത് എന്നേക്കുമായി അല്ലേ? അവർക്ക് അവരുടെ ആ ക്രോധം എത്രയാണെന്ന് നോക്കിയേ. മൃഗത്തെയും അതിൻ്റെ പ്രതിമയും നമസ്കരിക്കുന്നവർക്കും അതിൻ്റെ പേര് മുദ്രയിൽ ഏൽക്കുന്ന ഏവനും രാവും പകലും ഒരു സ്വസ്ഥതയും ഉണ്ടാവില്ല. രാവും പകലും, അതായത് കുറച്ച് നാളത്തേക്ക് വേണ്ടി ഈ പിശാചിനോട് ചേർന്ന് നിന്നവർ, കുറച്ച് നാളത്തേക്ക് വേണ്ടി അവൻ കൊടുത്തതെല്ലാം ആസ്വദിച്ചവർ, അവൻ കൊടുത്ത സുഖങ്ങൾ, അവൻ്റെ എല്ലാം സുഖിച്ചവർക്ക് എന്നേക്കുമായിട്ടുള്ള ഒരു ദണ്ഡനയാണെന്നുള്ളത്. അത് എത്ര ഭയങ്കരമല്ലേ, എത്ര ഭയാനകമാണ്. എന്നാൽ അവിടെയാണ് വേറെ പറയുന്നത്, വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയെക്കുറിച്ച് പറയുന്നത് എന്തുവാ? ഈ ഒരു കാലഘട്ടം നിങ്ങൾ പിടിച്ചു നിന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്നേക്കുമായി വാഴുവാൻ പോവുകയാണ്. സകല അനുഗ്രഹങ്ങളിലേക്കും നിങ്ങൾ കയറുവാൻ പോവുകയാണ്. കുഞ്ഞാട് നിങ്ങളുടെ കാര്യങ്ങൾ നോക്കും, എന്നേക്കുമായി അവനോട് വാഴുവാൻ പോവുകയാണ്. പക്ഷേ കുറച്ച് നാളത്തേക്കുള്ള സഹിഷ്ണുത അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ കാലത്ത് വീണ് പോയാൽ എന്നേക്കുമായുള്ള ഭയാനകമായ ദണ്ഡനയാണ്. ഇത് പല സഭകളും വിളിച്ചു പറയാൻ അവർക്ക് ബുദ്ധിമുട്ടാണ്, പലരും വിളിച്ചു പറയാൻ ബുദ്ധിമുട്ടാണ്. കാരണം കൃപയുള്ള ദൈവത്തെക്കുറിച്ച് പറഞ്ഞാലേ നമുക്ക് സഭയിൽ ആൾ കയറുകയുള്ളൂ. ദൈവത്തിൻ്റെ ന്യായവിധിയെക്കുറിച്ച് പറയുമ്പോൾ, എന്നേക്കുമായുള്ള ദണ്ഡന പറയുമ്പോൾ പലരും അസ്വസ്ഥരാണ്. പക്ഷേ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഇതാണ്, ഇതല്ലാതെ വേറൊന്നും പറയുവാൻ നമുക്ക് സാധ്യമല്ല. ആ ദൈവത്തിൻ്റെ കൃപയുടെ നാളുകൾ കഴിഞ്ഞിട്ട് ദൈവത്തിൻ്റെ കുഞ്ഞാടിൻ്റെ ക്രോധത്തിൻ്റെ സമയം, നമുക്കെല്ലാ കൃപായുഗം കടന്നു തീരരുത് എന്നാണ് നമ്മുടെ ആഗ്രഹം അല്ലേ? പക്ഷേ അതിനൊരു സമയമുണ്ട്. എത്രയും പെട്ടെന്ന് നമ്മൾ കേൾക്കുന്ന ഓരോരുത്തരും അവൻ്റെ കൃപയിലേക്കും അവൻ്റെ പരിജ്ഞാനത്തിലേക്കും അനുസരണയിലേക്കും കുഞ്ഞാടിൻ്റെ രക്തത്തിൻ്റെ കീഴിലേക്കും കയറിക്കൊള്ളുവീൻ. കാരണം ഇത് നിത്യ ദണ്ഡന. ഇവിടെ യാതൊരു മേഴ്സിയും പ്രതീക്ഷിക്കേണ്ട. അപ്പോൾ ഇവിടെ താഴെ ഉള്ളതെന്ന് പറഞ്ഞാൽ, ഞാൻ സ്വർഗത്തിൽ ഒരു ശബ്ദം കേട്ട് അത് പറഞ്ഞത്, എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. യേശു പറയുന്നത്, നിങ്ങൾ മരിച്ചാലും നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. കാരണം നിങ്ങളെ ചില കാര്യങ്ങൾ പിന്തുടരുന്നുണ്ട്. എന്താണ്? നിങ്ങളുടെ പ്രവൃത്തി. അത് എന്നും നിങ്ങൾക്കായിട്ട്, അതായത് ദൈവം എണ്ണിച്ച് നോക്കുമ്പോൾ അവരെ കാണുമ്പോൾ അവരുടെ പ്രവൃത്തി അവരുടെ കൂടെ നിൽക്കും. ദൈവം പറഞ്ഞു, മതി, അവരിത് ചെയ്തു, ഇനി കഴിഞ്ഞു, ഇനി എൻ്റെ കൂടെ വാഴുവാൻ, എൻ്റെ കൂടെ വിശ്രമിക്കുവാൻ ഈ കൂട്ടർ. അപ്പോൾ നമുക്ക് ഒരു ചോയ്സ് ഉണ്ട്. അവൻ യേശുക്രിസ്തുവിൻ്റെ കൂടെ വാഴണോ, യേശുക്രിസ്തുവിൻ്റെ കൂടെ നിൽക്കണോ, അതോ കുറച്ച് നാൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ പിശാച് തന്നതെല്ലാം ആസ്വദിച്ച് ജീവിച്ചിട്ട് ഈ ലോകത്തിൽ വലിയവരായി മരിക്കണം? ഈ ഓപ്ഷൻ ഇന്നും ഉണ്ട്. അന്ത്യകാലം വരെ ഒന്നും വെയിറ്റ് ചെയ്യേണ്ട, ഇന്നും ആ ഓപ്ഷൻ ഉണ്ട്. പക്ഷേ 14 മുതൽ സംഭവ വികാസങ്ങൾ ഒന്ന് മാറുകയാണ്. 14 ഒരു അടിപൊളി വേഴ്സാണ്. 14 മുതൽ ഒന്ന് വായിക്കാമോ? 14 മുതൽ 16 വരെയുള്ളത്. പിന്നെ ഞാൻ വെളുത്തൊരു മേഘവും മേഘത്തിന്മേൽ മനുഷ്യപുത്രന്റെ സദൃശനായ ഒരുവൻ തലയിൽ പൊൻകിരീടവും കയ്യിൽ മൂർച്ചയുള്ള അരിവാളുമായി ഇരിക്കുന്നതും കണ്ടു. മറ്റൊരു ദൂതൻ ദേവാലയത്തിൽ നിന്ന് പുറപ്പെട്ടു. മേഘത്തിന്മേൽ ഇരിക്കുന്നവനോട്, കൊയ്ത്തിന് സമയം വന്നതുകൊണ്ട് നിന്റെ അരിവാൾ അയച്ചു കൊയ്യുക, ഭൂമിയിലെ വിളവ് വിളഞ്ഞു ഉണങ്ങിയിരിക്കുന്നു എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. മേഘത്തിന്മേൽ ഇരിക്കുന്നവൻ അരിവാൾ ഭൂമിയിലേക്ക് എറിഞ്ഞു. ഭൂമിയിൽ കൊയ്ത്ത് നടന്നു. അപ്പോൾ ഇവിടെ ഒരു വെളുത്തൊരു മേഘവും മേഘത്തിന്മേൽ മനുഷ്യപുത്രന് സദൃശനായ ഒരുവൻ തലയിൽ പൊൻകിരീടവും കയ്യിൽ മൂർച്ചയുള്ള അരിവാളും. ഇത് എല്ലാ തിയോളജിയും സംബന്ധിക്കുന്ന ഒരു ഭാഗം ഇത് യേശുക്രിസ്തു തന്നെയാണെന്നുള്ളത്. അപ്പം പക്ഷേ യേശുക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ ഈ മനുഷ്യപുത്രൻ്റെ കയ്യിൽ എന്തോ ഉള്ളത്? അരിവാളാണ്. ഇത് പുള്ളിക്ക് വൈനടിച്ച് കുടിക്കാനുള്ള അല്ലെങ്കിൽ നല്ല ഹാർവസ്റ്റിനെ കുറിച്ചല്ല. ഇത് പരമോന്നതായ ദൈവത്തിൻ്റെ ന്യായവിധിയുടെ ഒരു വിളവെടുപ്പാണ്. അതുകൊണ്ടാണ് അവർ പറയുന്നത് ഇത് ഒരു
മുന്തിരി വിളവെടുപ്പാണ്. വളരെ സ്പെസിഫിക് ആണ്. ഇറ്റ്സ് എ ഗ്രേപ്പ് ഹാർവെസ്റ്റ്. അപ്പോൾ ഇത് അതായത് അത് വിളഞ്ഞിട്ട് അതങ്ങ് റൈപ്പായിട്ട് ഓവർ റൈപ്പായിട്ട് നിൽക്കുക. അതായത് ഈ നമ്മുടെ വിളവെടുക്കേണ്ട സമയവും കഴിഞ്ഞു, ഇച്ചിരി ലേറ്റായിട്ടുണ്ട്. ദൈവം അതിൻ്റെ ടൈമിംഗ് വെച്ചിരിക്കുകയാണ്. ആ ടൈമിംഗ് എത്തിയിരിക്കുന്നു. അത് കംപ്ലീറ്റ് ആയിട്ട് ഓവർ റൈപ്പായിട്ട് നിൽക്കുക. ചില ഓവർ റൈപ്പായി കഴിഞ്ഞ് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. അപ്പോൾ അതിൻ്റെ വിളവ് എടുക്കുവാനുള്ള സമയമായിരിക്കുന്നു. ആ കൊയ്ത്തിൻ്റെ സമയം വന്നു. അപ്പോൾ എങ്ങനെയാണ് എടുക്കുന്നത്? അത് ആ അരിവാൾ വെച്ച് തന്നെയാണ് ആ കൊയ്ത്ത് നടക്കുന്നത്. ഇത് ഒരു ഭയാനകമായ ഒരു സമയമായിരിക്കും. ഇവിടെ ഈ മുന്തിരി വിളവെടുപ്പ് എന്ന് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഒരു ജഡ്ജ്മെൻ്റ് ആണ് കേട്ടോ. ഈ 3 തരത്തിലുള്ള മുന്തിരിവള്ളി ഉണ്ട് ബൈബിൾ വായിക്കുമ്പോൾ 3 തരത്തിലുള്ള മുന്തിരിവള്ളിയെക്കുറിച്ച് നമുക്കറിയാം. ഒന്ന്, ലോകത്തിൽ ദൈവം നട്ട ഒരു മുന്തിരിവള്ളി ഉണ്ടായിരുന്നു. തനിക്കായിട്ട് മാത്രം ഈ ഭൂമിയിൽ നട്ട ഒരു മുന്തിരിവള്ളിയാണ് ഇസ്രായേൽ. അതിനാണ് നമ്മൾ സങ്കീർത്തനങ്ങൾ എൻ്റെ റെഫറൻസസ് ഉള്ളതുകൊണ്ട് സങ്കീർത്തനം 80-ാം അധ്യായം 8 മുതൽ 16, യെശയ്യാവിൻ്റെ 5-ാം അധ്യായം 1 മുതൽ 7 വരെ വായിച്ചു കഴിഞ്ഞാൽ ഇസ്രായേലാണ് ആ മുന്തിരിവള്ളി. ദൈവം തനിക്കായിട്ട് മാത്രം നട്ട ഒരു മുന്തിരിവള്ളിയാണ്. പക്ഷേ ഈ ഇസ്രായേൽ ദൈവത്തിനെതിരെ തിരിഞ്ഞതുകൊണ്ടും ദൈവത്തിൻ്റെ മകനെ സ്വീകരിക്കാത്തത് കൊണ്ടും ആ മുന്തിരിവള്ളിയെ വെട്ടേണ്ട ഒരവസ്ഥ വന്നു. അത് നമ്മൾ വായിക്കുന്നുണ്ട്. അത് വെട്ടിയിട്ട് അതിൽ നിന്ന് വന്ന ഒരു ശാഖയാണ്, അതിൽ നിന്ന് വന്ന ഒരു സ്റ്റമ്പാണ് യേശു ക്രിസ്തു എന്ന സാക്ഷാൽ മുന്തിരിവള്ളി. അതായത് ദൈവം തൻ്റെ സ്വന്തം ജനം എന്ന് പറയും തനിക്ക് വേണ്ടി മാത്രം വെച്ച നട്ട ഒരു മുന്തിരിവള്ളിയാണ് ഇസ്രായേൽ ദൈവത്തെ തള്ളിക്കളയുകയും പരമോന്നതനായ ദൈവത്തിനെ തള്ളിക്കളയും തൻ്റെ മകനെ തള്ളിക്കളഞ്ഞതോടെ അതിൽ വെട്ടിക്കളഞ്ഞിട്ട് അതിൽ നിന്ന് ഒരു സ്റ്റമ്പ് ഒരു സ്റ്റമ്പ് പൊങ്ങി വരികയാണ്. ആ സ്റ്റമ്പാണ് യേശു ക്രിസ്തു എന്ന മുന്തിരിവള്ളി. യോഹന്നാൻ്റെ 15-ാം അധ്യായം നമുക്ക് നന്നായിട്ടറിയാം. അതിൽ യേശു ക്രിസ്തു പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി, ഐ ആം ദ ട്രൂ വൈൻ. അപ്പോൾ അതിൽ നിന്ന് വന്ന ശാഖകൾ ഏതാ? നമ്മളാണ്. വി ആർ ആഡഡ്. നമ്മൾ യേശു ക്രിസ്തു എന്ന സാക്ഷാൽ മുന്തിരിവള്ളിയിലോട്ട് ചേർത്ത് വെച്ച ബ്രാഞ്ചസ് ആണ്. അതുകൊണ്ടാണ് നമ്മളോട് പറയുന്നത് ഫലം കായ്ച്ചുകൊള്ളാൻ. ഫലം കായ്ച്ചില്ലെങ്കിൽ, അതായത് സാക്ഷാൽ യഥാർത്ഥ സാധനത്തിനെ മാറ്റി വെച്ച് ആണ് നമ്മളെ ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത്. നമ്മളും ഫലം കായ്ക്കുന്നില്ലെങ്കിൽ ദൈവം വെട്ടി തീയിലോട്ടിടും എന്ന് വളരെ വ്യക്തമാണ്. പക്ഷേ ബാബിലോൺ എന്ന് പറയുന്നത് ഒരു ദുഷ്ട മുന്തിരിവള്ളിയാണ്. അതിൻ്റെ ദുഷ്ടത നിറഞ്ഞിട്ട് ഈ ലോകത്തെ അതിൻ്റെ സകല മുന്തിരി അതിൻ്റെ വീഞ്ഞ് കൊണ്ട് കുടിപ്പിച്ചിട്ട് ദൈവത്തിൻ്റെ എതിരെ തിരിച്ച് ആ മൃഗത്തിനെയും പൊക്കിയെടുത്തുകൊണ്ട് വന്ന ഒരു സാധനമാണ് ഈ ബാബിലോൺ. ഈ ബാബിലോണിനെ ന്യായവിധി കൊണ്ടും ദൈവമാണ് ഇനി കൊയ്യാൻ പോകുന്നത്. വേറെ ആർക്കും വിട്ടുകൊടുക്കുന്നില്ല. അത് ദൈവം തന്നെ അത് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ 3 ദൂതന്മാർ ഇറങ്ങി ചെയ്യുകയാണ്. 3 ദൂതന്മാരാണ് ഇതുവരെ നമ്മൾ കണ്ടു വന്നിരിക്കുന്നത്. ഇനി നമുക്കതിൻ്റെ ബാക്കിയുള്ളത് വായിക്കാം. മറ്റൊരു ദൂതൻ സ്വർഗ്ഗത്തിലെ ആലയത്തിൽ നിന്ന് പുറപ്പെട്ടു. അവൻ മൂർച്ചയുള്ള അരിവാൾ പിടിച്ചിരുന്നു. തീയുടെ മേൽ അധികാരമുള്ള വേറൊരു ദൂതൻ യാഗപീഠത്തിങ്കൽ നിന്ന് പുറപ്പെട്ട് മൂർച്ചയുള്ള അരിവാൾ പിടിച്ചിരുന്നവനോട്, ഭൂമിയിലെ മുന്തിരിങ്ങ പഴുത്തിരിക്കുകയാൽ നിന്റെ മൂർച്ചയുള്ള അരിവാൾ അയച്ച് മുന്തിരിവള്ളിയുടെ കുല അറുക്കുക എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ദൂതൻ അരിവാൾ ഭൂമിയിലേക്ക് എറിഞ്ഞ് ഭൂമിയിലെ മുന്തിരിക്കുല അറുത്തു. ദൈവകോപത്തിന്റെ വലിയ ചക്കിലിട്ടു. ചക്ക് നഗരത്തിന് പുറത്തു വച്ച് മെതിച്ചു. ചക്കിൽ നിന്ന് രക്തം കുതിരകളുടെ കടിഞ്ഞാൻ വരെയും പൊങ്ങി 200 നാഴിക ദൂരത്തോളം ഒഴുകി. ഇവിടെ വളരെ ഒരു കണക്ക് പറയുന്നുണ്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞാൽ യാതൊരു നാശയില്ല ഇവിടെ. ഇനി ഇവിടുന്ന് തിരിഞ്ഞൊരു നോട്ടമല്ല ദൈവത്തിന്. അപ്പോൾ ഇവിടെ ഈ കുതിരകളുടെ കടിഞ്ഞാൻ വരുന്ന പറഞ്ഞാൽ ഏകദേശം 4 അടിയാണ്. 4 feet, 4 അടി പൊക്കത്തിലാണ് ഈ രക്തം ഒഴുകാൻ പോകുന്നത്. 200 നാഴിക ദൂരത്തോളം. ഇതിനൊരു വളരെ കൃത്യമായ ഒരു കാര്യമാണ്. ഇത് നമ്മൾ കുറച്ചും കൂടെ മനസ്സിലാക്കണമെങ്കിൽ ഇത് മുമ്പേ വീണ്ടും പുതുതായിട്ട് എഴുതി വെച്ചിരിക്കുന്ന കാര്യമൊന്നുമില്ല. ഇത് മുമ്പേ പ്രവാചകന്മാർ എഴുതി വെച്ചിരുന്നു. യെശയ്യാവിൻ്റെ പുസ്തകം 63-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 10 വരെ ഒന്ന് വായിക്കാം. ഈ വെളിപാടിലെ 14 ഈ കയ്യിൽ മൂർച്ചയുള്ള അരിവാളുമായി ഇരിക്കുന്ന ആരാന്ന് ഒന്നുകൂടെ വ്യക്തമാക്കണമെങ്കിൽ യെശയ്യാവിൻ്റെ 63-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 10 വരെ ഒന്ന് വായിക്കാം. എദോമിൽ നിന്ന് ഓസ്രയിൽ നിന്ന് വരുന്ന ഇവനാര്? വസ്ത്രാലങ്കാരത്തോടെ തന്റെ ശക്തിയുടെ മാഹാത്മ്യത്തിൽ നടകൊള്ളുന്ന ഇവൻ ആര്? നീതിയെ അരുളി ചെയ്യുന്നവനും രക്ഷിക്കുവാനുള്ള
ഞാൻ തന്നെ. നിന്റെ അങ്കി ചുവന്നിരിക്കുന്നതെന്ത്? നിന്റെ മുന്തിരിച്ചക്ക് ചവിട്ടുന്നവന്റേത് പോലെ ആയിരിക്കുന്നതുമെന്ത്? ഞാൻ ഏകനായി മുന്തിരിച്ചക്ക് ചവിട്ടി, ജനതകളിൽ ആരും എന്നോടുകൂടെ ഉണ്ടായിരുന്നില്ല. എന്റെ കോപത്തിൽ ഞാൻ അവരെ ചവിട്ടി, എന്റെ ക്രോധത്തിൽ അവരെ മെതിച്ചു കളഞ്ഞു. അവരുടെ രക്തം എന്റെ വസ്ത്രത്തിൽ തെറിച്ചു, എന്റെ അങ്കി മുഴുവൻ മലിനമായിരിക്കുന്നു. ഒരു പ്രതികാര ദിവസം എന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു, എന്റെ വീണ്ടെടുക്കപ്പെട്ടവരുടെ വർഷം വന്നിരിക്കുന്നു. ഈ ഒരു പ്രതികാര ദിവസം എൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു, അതായത് ദ ഡേ ഓഫ് വെഞ്ചൻസ്. ഇത് എവിടെയെങ്കിലും കേട്ടതായിട്ടുണ്ടോ? അതായത് യേശു ക്രിസ്തു സിനഗോഗിൽ പോയിട്ട് ഈ ചുരുളുകൾ എടുത്തിട്ട് യെശയ്യാവിൻ്റെ ഒരു ഭാഗം തെരഞ്ഞു പിടിച്ച് വായിക്കുന്നുണ്ട്. അത് യെശയ്യാവിൻ്റെ 61 അധ്യായം അതിൻ്റെ 1ഉം 2ഉമാണ് വായിക്കുന്നത്. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ലൂക്കോസിൻ്റെ സുവിശേഷം 4 അധ്യായത്തിലാണ് ആ വായിച്ചിരിക്കുന്ന ഭാഗം. അതൊന്ന് എടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ, അതായത് യെശയ്യാവിൻ്റെ 61 അധ്യായം അതിൻ്റെ 1ഉം 2ഉമുള്ള ഭാഗങ്ങളാണ് വായിക്കുന്നത്. അപ്പം ഈ ആദ്യം നമുക്ക് ലൂക്കോസ് വായിച്ചോ, ആ ഭാഗം എടുത്തിട്ടുണ്ടെങ്കിൽ വായിച്ചോ. ലൂക്കോസിന്റെ സുവിശേഷം 4 അധ്യായമാണ് എൻ്റെ ഊഹം ശരിയാണെങ്കിൽ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന് കൊടുത്തു. അവൻ പുസ്തകം തുറന്ന് ഇപ്രകാരം എഴുതിയിരിക്കുന്ന ഭാഗം അവൻ കണ്ടു. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നതിനാൽ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ഹൃദയം തകർന്നവരെ സൗഖ്യമാക്കുവാനും തടവുകാർക്ക് മോചനവും കുരുടന്മാർക്ക് കാഴ്ചയും പ്രഖ്യാപിക്കുവാനും പീഡിതന്മാരെ വിടുവിക്കുവാനും എന്നെ അയച്ചിരിക്കുന്നു. കർത്താവിന്റെ സ്വീകാര്യമായ വർഷം പ്രസംഗിക്കുവാനും തന്നെ. അത് കർത്താവിന് പ്രസാദകരമായ വർഷം പറയുവാൻ തന്നെ അല്ലേ. അപ്പം നമുക്ക് യെശയ്യാവിന്റെ 61ഉം 1ഉം 2ഉം വായിക്കാം. എളിയവരോട് സുവാർത്ത അറിയിക്കുവാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നത് കൊണ്ട് യഹോവയായ ദൈവത്തിന്റെ ആത്മാവ് എന്റെ മേലിരിക്കുന്നു. ഹൃദയം തകർന്നവരുടെ മുറിവ് കെട്ടുവാനും തടവുകാർക്ക് സ്വാതന്ത്ര്യവും ബദ്ധന്മാർക്ക് വിടുതലും വിളംബരം ചെയ്യുവാനും യഹോവയുടെ പ്രസാദ വർഷവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിവസവും വിളംബരം ചെയ്യുവാനും വിലപിക്കുന്നവരെയൊക്കെയും ആശ്വസിപ്പിക്കുവാനും മതി. അതായത് ഈ ഭാഗം തന്നെയാണ് എടുത്ത് യേശുക്രിസ്തു വായിച്ചത്. ആ വായിച്ചതും ഇവിടെയുള്ള വേഴ്സുമായിട്ട് എന്തെങ്കിലും ഒരു പ്രത്യേകത കണ്ടായിരുന്നോ? ലൂക്കോസിലെ പ്രതികാര ദിവസം പറയുന്നില്ല അല്ലേ, അവിടെ വെച്ച് നിർത്തി. അതായത് യഹോവയുടെ പ്രസാദ വർഷം അവിടെ വെച്ച് നിർത്തി. ആ ഗ്യാപ്പ് ഇപ്പം എത്ര വർഷം കഴിഞ്ഞു? അതായത് 2ാമത്തെ ഭാഗം വായിച്ചതില്ല, കാരണം അതിൻ്റെ സമയം ആയില്ല. പ്രതികാരത്തിൻ്റെ ദിവസം ഇപ്പോൾ എവിടെയുണ്ട്? ഇപ്പോൾ നമ്മൾ വായിക്കുന്ന വെളിപാടിൻ്റെ 14 അധ്യായത്തിലാണ് അതിൻ്റെ പ്രതികാര ദിവസം. അതുകൊണ്ടാണ് യേശു ക്രിസ്തു അത് വായിക്കാതിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ദൈവവചനം എന്ന് പറയുന്നത് ഹൈലി ആക്യുറേറ്റ് ഡോക്യുമെൻ്റ് ആണ്. അതിലെ ഓരോ പോസ് പോലും, അതിലെ ഓരോ കോമ പോലും അത് ദൈവം നിയോഗിച്ച് എഴുതി വെച്ചിരിക്കുന്നതാണ്. ആ കോമയിൽ വന്ന് നിർത്തി ദൈവം. കാരണം യേശു ക്രിസ്തു ഇപ്പോൾ അവിടെ ഭൂമിയിൽ ഉണ്ടായിരുന്നപ്പോൾ ആ പ്രസാദ വർഷം പറയാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. പക്ഷെ പ്രതികാരത്തിൻ്റെ ദിവസം എത്തിയിട്ടില്ല. അതായത് ആക്ച്വലി യഹൂദരും വെയിറ്റ് ചെയ്ത് നിന്ന് ആ പ്രതികാരത്തിൻ്റെ ദിവസം വന്നു കഴിഞ്ഞാൽ അവർക്കറിയാം ഈ മസിഹ എന്ന് പറയുന്ന അവരുടെ രക്ഷകൻ രാജാതി രാജാവാവും. ആ സകല സൈന്യത്തിന്മേലും സകല രാജ്യത്തിനും മേലും പ്രതികാരം ചെയ്തിട്ട് അവൻ സിംഹാസനത്തിൽ കയറിയിരിക്കും. അതായിരുന്നു സകല യഹൂദനും വെയിറ്റ് ചെയ്തിരുന്നത്. ഒരുപക്ഷെ യൂദാസ് ഇസ്കറിയോട്ടും അത് തന്നെയായിരിക്കും വെയിറ്റ് ചെയ്തിരുന്നത്. എന്തുകൊണ്ട് യേശു ക്രിസ്തു മസിഹ ആണെങ്കിൽ, ഈ ദൈവ മനുഷ്യനാണെങ്കിൽ, അല്ലെങ്കിൽ സൺ ഓഫ് മാൻ ആണെങ്കിൽ, ദൈവപുത്രനെങ്കിൽ എന്തുകൊണ്ട് പ്രതികാരത്തിൻ്റെ ദിവസത്തിലേക്ക് കയറുന്നില്ല? എന്തുകൊണ്ട് പ്രതികാരം ചെയ്യുന്നില്ല? എന്തുകൊണ്ട് റോമൻ രാജ്യത്തിനെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേലിനെ വിടുവിക്കുന്നില്ല? ഇത് ഒന്നും ശരിയാവുന്നില്ല. അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ ശരി, ബാക്കി അത്ഭുതം മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നു, യെസ്. പക്ഷേ ഇസ്രായേലിനെ
സംബന്ധിച്ച് ഏറ്റവും വലിയതെന്ന് പറഞ്ഞാൽ തന്നെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കുന്ന ആ മസിഹ ആ വരവിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ഈ മസിഹ അത് ചെയ്തില്ല. പക്ഷെ അവർക്ക് മനസ്സിലായില്ല അതിനൊരു പോസ് ഉണ്ട്, ഒരു ഇടവേളയുണ്ട്. ആ ഇടവേളയിൽ കയറി വരുവാൻ കുറേ ജാതികളിൽ നിന്ന് കുറച്ച് പേര് വരാനുണ്ട്. ഇന്ന് ഞാനും നിങ്ങളും ആ ഇടവേളയിൽ കയറി വന്ന ആ മനുഷ്യരാണ്. ആ ദൈവത്തിൻ്റെ ആ പോസിനായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇല്ലെങ്കിൽ ഞാനും നിങ്ങളും ഇല്ല, ജാതികളില്ല. തൻ്റെ മക്കൾ മാത്രം, ഇസ്രായേൽ മാത്രമായിട്ട് കയറേണ്ടവർ ദൈവം വലിയൊരു കൂട്ടരെ അതിനായിട്ട് മാറ്റി വെച്ചു. അവിടെ മാറ്റി വായിച്ച് അവിടെ നിർത്തിയെടുത്ത് ദൈവം വീണ്ടും തുടങ്ങുന്നു വെളിപാടിൻ്റെ 14-ാം അധ്യായത്തിൽ. ഇപ്പോൾ വളരെ സഹിഷ്ണുതയോടെ വെയിറ്റ് ചെയ്യുന്ന ആ ദൈവം തൻ്റെ സിംഹാസനത്തിൽ എണിച്ച് നിന്നുകൊണ്ട് തൻ്റെ കയ്യിൽ ചെറിയൊരു കാര്യമുണ്ട്, ഒരു അരിവാളുമായിട്ട് നിൽക്കുന്നു. അതിൻ്റെ ബാക്കി പത്രം വായിക്കുകയാണ്. അത് താനല്ല വായിച്ച് വിളിച്ചു പറയുന്നത്, അത് വിളംബരം ചെയ്യുന്നത് തൻ്റെ ദൂതന്മാരാണ്. ഇത് വിളംബരം ചെയ്തുകൊണ്ടിരുന്ന 2 വിറ്റ്നസസിനെ വരെ പിശാചിനെ കൊല്ലുവാൻ സാധിച്ചു. പക്ഷെ ഈ ദൂതന്മാർക്ക് ഒന്നും ചെയ്യുവാൻ, ഈ ദൂതന്മാരുടെ എതിരെ ഒന്നും ചെയ്യുവാൻ പിശാചിനോ അതിൻ്റെ സകല ദൂതഗണങ്ങൾക്കോ സാധിക്കില്ല. ഇവര് ഈ നിത്യ സുവിശേഷം വിളിച്ച് പറയുക തന്നെ ചെയ്യും. ആ ക്രോധത്തിൻ്റെ നാഴിക അവരാർത്തിരുമ്പി വിളിച്ച് പറയുക തന്നെ ചെയ്യും. ഈ കുഞ്ഞാട് ആ മേഘത്തിന്മേൽ നിൽക്കുക തന്നെ ചെയ്യും. ആ കുഞ്ഞാടിൻ്റെ കയ്യിലെ ആ അരിവാളുമായിട്ട് ആ കൊയ്ത്ത് നടക്കുക തന്നെ ചെയ്യും. ഇതൊരു മനുഷ്യനോ ഒരു രാജ്യത്തിനോ മൃഗത്തിനോ മൃഗങ്ങൾക്കോ തടയുവാൻ സാധ്യമല്ല. ഇത് രാജാവിൻ്റെ വരവ്, ഇത് യഹോവയുടെ വരവ്. ദിസ് ഇസ് ദ വോയിസ് ഓഫ് വിക്ടറി, ദിസ് ഇസ് ദ വോയിസ് ഓഫ് ഹെവൻ. സ്വർഗങ്ങൾ സന്തോഷിക്കുന്ന നിമിഷം ആ രാജാവ് എണിച്ചിരിക്കുന്നു. ഫൈനലി ആ എണ്ണം തികഞ്ഞിരിക്കുന്നു. ജാതികളിൽ നിന്നുള്ള എണ്ണം തികഞ്ഞിരിക്കുന്നു. ആ ബാക്കി യെശയ്യാവിൻ്റെ ബാക്കി വായിക്കുവാൻ ഹല്ലേലൂയ. അന്ന് സഭ, ആ ബ്രൈഡ് എന്ന ആ സഭ, ആ വധു ആർത്തിരമ്പി നമ്മൾ അവിടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ തുള്ളിച്ചാടുകയാണ്. നമുക്ക് വേണ്ടി അത് പിടിച്ചു നിർത്തിയ ദൈവം, ഇതുവരെ ആ പോസ് 1970 വർഷമായി നമുക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ദൈവം, ഇത് ഇനി അധികം നാളില്ല. ആ എണ്ണം തികഞ്ഞാൽ ഇത് സംഭവിക്കുക തന്നെ ചെയ്യും. ദൈവത്തിൻ്റെ ജനമേ, നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ? ഇതിലെ വള്ളിയും പുള്ളിയും തെറ്റാതെ ദൈവം നടത്തിയിരിക്കും. ഒരു ശക്തിക്കും അത് തടയാൻ സാധ്യമല്ല. ഞാൻ എപ്പോഴും ആ സീനൊന്ന് ഓർക്കും. ആ ചുരുളുകൾ തപ്പിയെടുത്ത് ദൈവം അവിടെ നിന്നപ്പോൾ ബാക്കിയുള്ളതും യേശുക്രിസ്തുവിന് അറിയാം, അല്ലേ? ബാക്കി സംഭവിക്കാൻ പോകുന്നു. പക്ഷെ അത് സംഭവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ക്രിസ്തു എന്ന കുഞ്ഞാട് മറ്റുള്ളവർക്ക് വേണ്ടി മരിക്കണം. എന്ത് എളുപ്പത്തിൽ പുള്ളിക്ക് അതെല്ലാം ഏറ്റെടുക്കാമായിരുന്നു, ഇസ്രായേലിനെ വീണ്ടെടുക്കാമായിരുന്നു. ഇല്ല, ഇസ്രായേലിനെ കാഠിന്യപ്പെടുത്തി നമ്മളെ അതിലേക്ക് ചേർത്ത് വെച്ച ഈ കുഞ്ഞാടിനെ ആരാധിക്കുവാനല്ലാതെ നമുക്ക് എന്ത് ചെയ്യുവാൻ സാധിക്കും? ഇത് ആരാധന യോഗ്യനല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇതുകൊണ്ടായിരിക്കണം നമ്മുടെ നാവിൽ സ്തുതികൾ ഉയരേണ്ടത് എല്ലാ ദിവസവും. കാരണം നമ്മൾ വെളിപാട് പഠിക്കും തോറും, വായിക്കും തോറും നമുക്ക് ഒരു കാര്യം മനസ്സിലായി, ഈ കുഞ്ഞാട് നമുക്ക് വേണ്ടി ചെയ്ത വൻ കാര്യങ്ങൾ. ഇസ്രായേലിന് വേണ്ടി എന്നും നിൽക്കുന്ന ദൈവം, ഇറ്റ് ഈസ് എ ഗിവൻ. അത് താൻ നട്ട ആ മുന്തിരിവള്ളി തന്നെ, അതിനെ നോക്കുവാനും വെട്ടാനും ചെത്തുവാനും ഒക്കെ ദൈവത്തിന് തന്നെ അതിനുള്ള റൈറ്റുണ്ട്. പക്ഷെ നമ്മൾ കാട്ടുവള്ളി വെറും ഇതിൽ യാതൊരു ഐഡിയ ഇല്ല. അത് ഇസ്രായേൽ പോലും മറഞ്ഞിരിക്കുന്നു, ലോകത്തിനെല്ലാം മറച്ചു വെച്ചിട്ട്. അതാണ് ആ മിസ്റ്ററി പൗലോസിന് കൊടുക്കുന്നത്. ജാതികൾ കയറി വരുന്നു, അത് ഇതുവരെ മറച്ചു വെച്ചിരിക്കുന്ന ഭാവം. ഇസ്രായേലിന് സഹിക്കാൻ പറ്റാത്തൊരു ഭാവം, യഹൂദർക്ക് സഹിക്കാൻ പറ്റാത്തൊരു ഭാവം. നമ്മുടെ പിതാവിനെ പിതാവെന്ന് വിളിക്കാൻ ജാതികളിൽ നിന്ന് വേറെ കുറേ ചേർത്ത് വന്നു. നമ്മളെ ഇന്ന് അബ്ബാ പിതാവേ എന്ന് വിളിക്കുമ്പോൾ അവർ ഞെട്ടുകയാണ്. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഇത് നമ്മുടെ യാഹുവേ, അവൻ നമുക്ക് തന്ന പുസ്തകമാണ് തോറ. നിങ്ങളുടെ പഴയ നിയമം നമ്മുടെ തോറയാണെന്നേ. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? യാഹുവേ എന്നും അവർ ഒറ്റയടിക്ക് അവരെ നാവൽ എടുക്കുകയില്ല. അവർക്ക് ഭയമാണ്. ആ ദൈവത്തെ അബ്ബാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് യാതൊരു ഭയമില്ലാതെ ഓടിക്കേറുന്ന ഒരു ജനം. ഇതെന്ത് പ്രതിഭാസമാണ്? ഇതെങ്ങനെ സംഭവിച്ചു? ഇത് സംഭവിച്ചു.
കുഞ്ഞാട് സംഭവിപ്പിച്ചു. ആ ക്രൂശന്മേൽ അത് സംഭവിച്ചു. അതുകൊണ്ട് ആ മേഘത്തിന്മേൽ നിൽക്കുമ്പോൾ സ്വർഗം തുള്ളി ചാടുക തന്നെ ചെയ്യും. അതുകൊണ്ട് നമ്മൾ ഇന്ന് ഘോഷിക്കും. വി ആർ ഇൻ എക്സൈറ്റ്മെന്റ്, വി ആർ വെയിറ്റിംഗ് ഫോർ ദിസ് മൊമെന്റ്. അതുകൊണ്ട് ആ സഹിഷ്ണു ആ നാൾക്ക് വേണ്ടി, എനിക്കറിയത്തില്ല നിങ്ങൾക്ക് ആ എക്സൈറ്റ്മെന്റ് ഉണ്ടോ? ഐ ആം എക്സൈറ്റഡ്. ഇനിയുള്ള ബാക്കിയുള്ള പുസ്തകങ്ങൾ വായിക്കുവാൻ, ആ അധ്യായങ്ങൾ വായിക്കുവാൻ യു ഷുഡ് ബി എക്സൈറ്റഡ്. ഇവിടെ വന്ന് എത്തിയിരിക്കുവാണ്. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇനി അങ്ങോട്ട് ക്രോധത്തിൻ്റെ കുറേ സംഭവങ്ങളാണ്. ആ കലശങ്ങൾ ഓരോന്നായിട്ട് വരുമ്പോൾ നമ്മുടെ മേലല്ല, ജനത്തിൻ്റെ മേൽ അതെല്ലാം പെട്ടെന്ന് പടപടപടേന്ന് സംഭവിക്കും. ഇനി സമയമില്ല. രാജാവ് എണ്ണിച്ചിരിക്കുന്നു, ദൂതന്മാർ എണ്ണിച്ചു കഴിഞ്ഞിരിക്കുന്നു, എല്ലാ സ്വർഗങ്ങൾ ഉറന്നിരിക്കുന്നു, 24 മൂപ്പന്മാർ എണ്ണിച്ചു നിൽക്കുന്നു, 144,000 പേര് അവൻ്റെ കൂടെ ആ മൗണ്ട് സയണിൽ. What a day it will be. അന്നത് സംഭവിക്കുമ്പോൾ നിങ്ങൾ ഈ ബൈബിൾ സ്റ്റഡിയുടെ ഭാഗമായതിൽ നിങ്ങൾ സന്തോഷിക്കും. ഇതെടുത്ത ഞാൻ സന്തോഷിക്കും, കേട്ടാ നിങ്ങൾ സന്തോഷിക്കും. യെസ് യെസ് യെസ്, അതിലെ ഓരോ വരിയും സത്യമായിരുന്നല്ലോ. ഹല്ലേലൂയ. സകല പ്രവചനം നിവർത്തിക്കുന്ന നമ്മുടെ ദൈവം, വാക്ക് മാറാത്ത ദൈവം, വള്ളിയോ പുള്ളിയോ മാറ്റുവാൻ തയ്യാറാകാത്ത ദൈവം. എത്ര നന്ദി പറഞ്ഞാലും മതിയാവും. ഇതാണ് സഭയുടെ പ്രത്യാശ. ഇതിനായിരിക്കണം സഭ ഉണർന്നിരിക്കുന്നത്. ഇത് മാത്രമായിരിക്കണം സഭയുടെ നിത്യ സുവിശേഷം. ഇന്ന് അതായത് ബാക്കിയുള്ളത് ഇപ്പം ഒരു ചോദ്യമുണ്ട്, എത്ര ദൈവദൂതന്മാരുണ്ടായിരുന്നു ഇതിനകത്ത്? ട്രിക്ക് ക്വസ്റ്റ്യൻ. നിങ്ങൾ വായിച്ച് എന്നെ അറിയിക്കുക, എത്ര ദൂതന്മാരുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഐ ആം എക്സൈറ്റഡ് ടുഡേ. നിങ്ങൾ ബാക്കിയുള്ള വേഴ്സസ് ഞാനത് വായിക്കുമായിരുന്നു. ആ ഓരോ ചാപ്റ്റർ വായിക്കുമ്പോൾ നമ്മളിതുവരെ പഠിച്ച രീതിയിൽ വരുമ്പോൾ നമുക്ക് എക്സൈറ്റ്മെൻറ്റ് നിൽക്കാൻ പറ്റത്തില്ല. കാരണം നമുക്കറിയാം എന്താണ് അടുത്ത് സംഭവിക്കാൻ പോകുന്നത്. ആ കുഞ്ഞാട് സിംഹാസനത്തിൽ നിന്ന് എണീച്ചു കഴിഞ്ഞു. നിങ്ങളത് വായിച്ച് അത് മനസ്സിലാക്കുക, അത് പഠിച്ച് ധ്യാനിക്കുക. നിങ്ങളുടെ ഹൃദയങ്ങളിൽ, നിങ്ങളുടെ മനസ്സിൻ്റെ സിംഹാസനത്തിൽ യഹോവ എണീച്ച് നിൽക്കട്ടെ. നിങ്ങളത് ഫീൽ ചെയ്യട്ടെ. ഈ വചനം എന്താണ്, ഈ വചനത്തിലുള്ള ശക്തി, ഈ വചനം നമുക്ക് തരുന്ന അധികാരം, ഈ വചനം നമുക്ക് തരുന്ന അനുഗ്രഹം. ഇതൊരു മനുഷ്യനോ ഈ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഈ ലോകത്തെ അധിപതികൾക്കോ ഈ സ്വർഗാധിസ്വർഗങ്ങൾ അല്ലെങ്കിൽ സ്വർഗത്തിലിരിക്കുന്ന ആകാശത്തിനേലിരിക്കുന്ന യാതൊരു ഫോഴ്സസിനും അതിന് യാതൊരു പങ്കുമില്ല. അവൻ നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യാനൊക്കെ നോക്കാം. ഇത് എഴുതി തന്നെ. വാട്ട് ഇസ് റിട്ടൺ ഇസ് റിട്ടൺ, ആൻഡ് സൈറ്റൻ നോർ ദ പ്രോഫറ്റ്സ് നോർ ദ ഫാൾസ് പ്രോഫറ്റ്സ് നോർ എനിത്തിങ് ക്യാൻ സ്റ്റോപ്പ് ഇറ്റ്. ഇറ്റ് ഈസ് കമ്മിങ്. ആ കിങ് ഇസ് കമ്മിങ്. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് സന്തോഷം കൊണ്ട് നിറയുന്നു നമ്മുടെ ഹൃദയങ്ങൾ. we wait for the day when you will come up in the heavens. ആ മേഘത്തിൽ നിന്ന് വരുന്ന the one whose name is faithful and true, അവൻ്റെ കയ്യിൽ അരിവാളുമായിട്ട്. Yes, there are many crowns on his head. Lord, we worship you. നമുക്ക് തന്ന ഈ സമയത്തിനായി, നമുക്ക് തന്ന ഈ വലിയ അനുഗ്രഹത്തിനായി, അങ്ങോട്ട് ചേർത്ത് വെച്ചതിനാൽ നമുക്ക് ലോകം നമ്മളെ തള്ളിക്കളഞ്ഞപ്പോഴും നമ്മളെ എല്ലാ വശത്തിൽ നിന്ന് നമുക്ക് യാതൊരു യോഗ്യതയില്ലാത്തവരായി തീർന്നപ്പോൾ ക്രിസ്തുവിൻ്റെ രക്തത്താൽ, കുഞ്ഞാടിൻ്റെ രക്തത്താൽ മുദ്രയിട്ട് എൻ്റേത് എന്ന് പറഞ്ഞ് മാറ്റിവെച്ചതിനാൽ അപ്പാ, ഇതൊരു നാൾ നമ്മൾ കാണും. അതുവരെ സഹിഷ്ണുതയോടെ, ആ വിശ്വാസ്യതയോടെ, ആ പിശാചിൻ്റെ മുദ്രയേൽക്കാതെ, പിശാചിൻ്റെ രീതികളിൽ നിന്ന് മാറി ദൈവത്തിൻ്റെ നാമം നമ്മുടെ നെറ്റിയിൽ കാണട്ടെ അപ്പാ. ദൈവത്തിൻ്റെ നാമം നമ്മുടെ നാവിൽ ഉയരട്ടെ അപ്പാ. അനുഗ്രഹങ്ങളും സ്തുതികളും നമ്മുടെ നാവിന്മേൽ ഉയരട്ടെ. ആരാധന നമ്മുടെ ഭവനങ്ങളിലും നമ്മുടെ മനസ്സുകളിലും നമ്മുടെ ജീവിതങ്ങളിലും ആരാധന ഉയരട്ടെ അപ്പാ. സഭ എണ്ണിച്ച് ഉണരട്ടെ അപ്പാ. സഭ ഉറക്കത്തിൽ നിന്ന് എണ്ണിച്ചിട്ട് അവരും എൻ്റെ രാജാവ് വരാറായി എന്ന് സഭ ഉറക്കെ വിളിച്ച് പറയട്ടെ. അതിനായിട്ടുള്ള ഒരുക്കം നമ്മളെ തുടരുവാൻ, അങ്ങയുടെ വചനം കേട്ട് അനുസരിച്ച് മുന്നോട്ട് നീങ്ങുവാൻ നമ്മളെ സഹായിക്കണമേ അപ്പാ. ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും അപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു ഉണർവുണ്ടാകട്ടെ അവരുടെ ഹൃദയത്തിൽ നിന്ന്. We are not looking for signs or wonders. We are looking for the coming of the Son of Man. We thank you, my Father. Thank you, Holy Spirit. Thank you for your word. In Jesus Christ, mighty Master's name we pray.